ദിവസവും നമ്മൾ ഈ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം നമ്മുടെ മനസ്സിനോട്, നമ്മുടെ ആത്മാവിനോട് നമ്മൾ പറയുകയാണ്, കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നും ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ കൂടെ ഉണ്ടെന്നും കർത്താവ് എൻ്റെ ഉള്ളിലുണ്ടെന്നുമുള്ള ഉറപ്പാണ് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ. അത് നിങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഏറ്റുപറഞ്ഞാട്ട് ഈ സമയം എല്ലാവരും വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞാട്ട്. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. എന്റെ കൂടെ എന്ന് പറഞ്ഞാട്ടെ, കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തന്റെ ശരീരത്തിൽ ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല, ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ സമൃദ്ധിയെ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഇന്ന് ഏറ്റുപറഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്ന ദൈവമാണല്ലോ, സകല കാര്യവും അത്ഭുതമാക്കുന്ന ദൈവമാണല്ലോ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ വചനം തുടർമാനമായിട്ട് നമ്മൾ കേട്ടുവരുന്നു. ഇന്നും കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കാൻ വേണ്ടി പോവുകയാണ്. വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം, ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഏത് അവസ്ഥയുമായിക്കോട്ടെ, ഏത് പ്രതിസന്ധിയെ മാറ്റുവാൻ കഴിയും. ഇന്നലെ കേട്ട വചനഭാഗങ്ങൾ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഏത് ചിന്തയാണെന്നുള്ളത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മരിച്ചവരെ ഉയർത്തിക്കുന്ന ദൈവം. നമ്മൾ ഇന്നലെ കേട്ടു, മേലാലും വിടിവിക്കുന്ന, ആമേൻ, മേലാലും വിടിവിക്കുന്ന ദൈവത്തെ പറ്റി നമ്മൾ കേട്ടു. അപ്പൊ ഈ കർത്താവ് നമ്മളെ വിടിവിക്കുന്ന ദൈവമാണ്. നമുക്ക് ഉറപ്പ് കിട്ടി, നമ്മൾ ആ ദൈവത്തിൽ ആശ വെച്ചിരിക്കും, നമുക്ക് ഉറപ്പ് കിട്ടി. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ കാര്യം ഉറപ്പിച്ചോണം. നമ്മുടെ പ്രശ്നങ്ങൾ മാറുമോ എന്നൊരു സംശയത്തിൽ ജീവിക്കരുത്. കാര്യം പലപ്പോഴും നമുക്കൊരു സംഭവം, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുമായിട്ടുള്ള ഒരു ബന്ധം, ഞാൻ പറഞ്ഞില്ല, നമുക്ക് എപ്പോഴാണ് സംശയം വരുന്നതെന്ന് എനിക്കും നിങ്ങൾക്കൊക്കെ സംശയം വരുന്ന കാര്യം, ദൈവവുമായിട്ട് വ്യക്തിപരമായുള്ള ബന്ധത്തിൻ്റെ അകത്താണ് നമ്മുടെ ഉറപ്പ് കൂടുന്നത്. ഉദാഹരണമായിട്ട് പറയാം, നിങ്ങൾക്കിപ്പം ഒരു വ്യക്തിയോട് ഒരു സഹായം ചോദിക്കുമ്പം ചിലർ പറയത്തില്ലേ, ആ വ്യക്തിയോട് ചോദിച്ചാൽ എനിക്കങ്ങനെ ഉറപ്പാണ് അത് കിട്ടും. എന്നാൽ ചിലരോട് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് പറയത്തില്ലേ, അറിയത്തില്ല, ഒന്ന് ചോദിച്ചു നോക്കാം. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കിപ്പം ഏറ്റവും വേണ്ടപ്പെട്ട, നിങ്ങൾക്കിപ്പോൾ ഒരു അത്യാവശ്യം വന്നാൽ നിങ്ങൾ പെട്ടെന്ന് വിളിക്കുന്ന ഫോൺ നമ്പറുകളുണ്ട് അല്ലേ? അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അവരുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ് അവർ തരുമെന്ന് അല്ലേ? എന്നാൽ ചിലർ അതേ ഫോണിൻ്റെ അകത്ത് തന്നെ ചില നമ്പറുകളുണ്ട്, ആ നമ്പറിൽ വിളിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ അകത്തൊരു സംശയം ഉണ്ടാകും, ഒന്ന് ചോദിച്ചു നോക്കാം. കിട്ടാൻ സാധ്യതയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് ബന്ധമാണ്. എന്നാൽ ആദ്യത്തെ ഞാൻ പറഞ്ഞ വ്യക്തികളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം എന്നു പറഞ്ഞാൽ നമുക്ക് ഉറപ്പാണ്, ഞാൻ ചോദിച്ചാൽ ആ വ്യക്തിക്ക് ഉപേക്ഷിക്കാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ അങ്ങനത്തെ ആൾക്കാരില്ലേ, ഒരു വ്യക്തി നമ്മുടെ സഹായം ചെയ്ത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ചില ബന്ധങ്ങളില്ലേ? നിങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധം അതായിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ വചനത്തിലൂടെ ബന്ധങ്ങളെ ക്ലിയർ ചെയ്യുന്നത്. ദൈവമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ക്ലിയർ ചെയ്യുന്നതാണ് വചന കൂട്ടായ്മകൾ. ഈ വചനം ഇവിടെ വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകേണ്ടത് ദൈവമായിട്ടുള്ള അകലമല്ല, ദൈവമായിട്ടുള്ള ബന്ധമാണ്. അതായത് ഞാൻ ചോദിച്ചാൽ എൻ്റെ ദൈവം തരുമായിരിക്കുമെന്നുള്ളതല്ല. നമുക്കകത്ത് അങ്ങനത്തെ ബന്ധങ്ങളുള്ള ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്കൊരു സഹായം ചോദിച്ചാൽ ആ വ്യക്തി നിങ്ങളെ ഒഴിവാക്കത്തില്ലെന്നും നിങ്ങൾക്ക് അങ്ങനെ ചില ബന്ധങ്ങളുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളോട് ചോദിക്കുക, അയ്യോ എനിക്ക് അയാളെ ഒഴിവാക്കി, എനിക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഇല്ലായിരിക്കും കൊടുക്കാൻ, ചിലപ്പോൾ അയാളെ സഹായിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിലും അയാളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും അയാളെ സഹായിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ, അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. നിങ്ങളിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം ഇതിൽ ഏതായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാ.
നമുക്ക് ദൈവസന്നിധിയിൽ പോയിട്ടൊരു സംശയം വരുന്നുണ്ടെങ്കിൽ ബന്ധത്തിൻ്റെ കുഴപ്പമാണ്. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധം അറിയണമെങ്കിൽ ഒറ്റ വാക്കേ ഉള്ളൂ. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ വിശ്വാസത്തെ പരിശോധിച്ചാൽ മതി. മനസ്സിലാകുന്നുണ്ട്? ഞാൻ ഒരിക്കലും കേട്ടിട്ടുള്ളതാണ്, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കാം, യൂട്യൂബിലൊക്കെ ഉണ്ട് ആ വലിയ സാക്ഷ്യം. റെയിൻഹാർഡ് ബോങ്കെ എന്ന് പറഞ്ഞ സുവിശേഷകനെ പറ്റി എത്ര പേര് കേട്ടിട്ടുണ്ട്? റെയിൻഹാർഡ് ബോങ്കെ എന്നുള്ള സുവിശേഷകനെ പറ്റി എത്ര പേര് കേട്ടിട്ടുണ്ട്? വളരെ നമുക്കറിയാം, റെയിൻഹാർഡ് ബോങ്കെ, ബില്ലി ഗ്രഹാം, അങ്ങനെയുള്ള ഒത്തിരി ദേവദാസന്മാർ. അദ്ദേഹം എനിക്കൊന്ന് റെയിൻഹാർഡ് ബോങ്കെയൊക്കെ മരിച്ച സമയത്ത് മനോരമ പത്രത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വന്ന ബില്ലി ഗ്രഹാമിൻ്റെയും റെയിൻഹാർഡ് ബോങ്കയുടെ ഒക്കെ വാർത്ത വരെ ഫേമസ് ആണ്. ഇവരൊക്കെ ലോക പ്രശസ്ത സുവിശേഷകരാണ്. ഒരിക്കലും റെയിൻഹാർഡ് ബോങ്കെ അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യത്തിൽ ഇങ്ങനെ, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ സാക്ഷ്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരു മരണവീട്ടിൽ, അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്ത് മരിച്ച ഒരു മരണവീട്ടിൽ അദ്ദേഹം പോകുവാനിടയായത്. അദ്ദേഹത്തിന് ദുഃഖം താങ്ങാൻ കഴിയത്തില്ല. അപ്പോൾ ഈ ഫ്യൂണറൽ സർവീസ് എല്ലാം കഴിഞ്ഞ് ശവം അടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ പറയുന്ന പോലെ പൊതുദർശനം വെക്കുന്നത് പോലെ ഒരു സ്ഥലത്ത് വെച്ചു. റെയിൻഹാർഡ് ബോങ്കെ അവിടെ വന്ന് അദ്ദേഹത്തിന് സങ്കടം അടക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം നമ്മുടെ നാട്ടിലുമൊക്കെ ഉണ്ടല്ലോ, അവസാനമായിട്ടൊന്ന് ചുംബിക്കുന്ന എന്ന് പറയുന്ന പോലെ തന്നെ ഈ അവസാനമായിട്ട് ഡെഡ് ബോഡിയിൽ ഒന്ന് കാണാനും അങ്ങനെ നോക്കാനും ഒക്കെ ആൾക്കാർ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഇംഗ്ലീഷുകാരുടെ ഇടയിൽ നമ്മളെപ്പോലെ തന്നെ അത്ര എന്താ പറയുക, നമ്മളെപ്പോലെ ഡീപ്പായിട്ട് കുറേ വാവിട്ട് കരയും അങ്ങനത്തെ വളരെ കുറവാണ്. വളരെ സൈലൻ്റ് ആയിരിക്കും അവരുടെ രീതി. എന്നാൽ ഇദ്ദേഹത്തിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. റെയിൻഹാർഡ് ബോങ്കെ അത്രയും സ്നേഹിതനായിരുന്നു. ഈ മനുഷ്യൻ മരിച്ചുപോയി. അദ്ദേഹം കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിപ്പെട്ടു. എന്നാൽ ബോങ്കെ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, റെയിൻഹാർഡ് ബോങ്കെ, ആ ദൈവദാസൻ, ഈ ഡെഡ് ബോഡിക്കടുത്തേക്ക് പോയിട്ട് സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഇദ്ദേഹം പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവൻ്റെ ആത്മാവിനെ തിരിച്ചു വിളിക്കുന്നു എന്ന് പറയാൻ തുടങ്ങി. ഇത് ചരിത്രമാണ്. നിങ്ങൾക്ക് റെയിൻഹാർഡ് ബോങ്കയെ പറ്റി യൂട്യൂബിൽ നോക്കിയാൽ അദ്ദേഹം നിസാരക്കാരനല്ല. ആഫ്രിക്കയിൽ അദ്ദേഹത്തിൻ്റെ, നമ്മളിപ്പം ബ്രദറെ എനിക്ക് നടുവേദന മാറി, എൻ്റെ കാലുവേദന മാറി, എൻ്റെ രോഗം മാറുന്നതൊക്കെ നമ്മൾ സാക്ഷ്യം പറഞ്ഞു കേട്ടില്ല. നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ എത്രയോ സാക്ഷ്യങ്ങൾ പറയാറുണ്ടല്ലേ യേശു ചെയ്ത അത്ഭുതങ്ങളെ പറ്റി. അപ്പോൾ ഇതേപോലെ അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയിലെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ബർത്ത് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് ആൾക്കാർ വരുന്നത്. അതായത് ഹോസ്പിറ്റലിൽ ഡെത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് വന്ന സാക്ഷ്യം വരുന്നത്. അതായത് ഡെഡായിപ്പോയ ഡെഡ് ബോഡികൾ ഹോസ്പിറ്റലിലെ ഡെത്ത് സർട്ടിഫിക്കറ്റും താൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള വലിയ സർട്ടിഫിക്കറ്റുമായിട്ട് വന്ന സാക്ഷ്യം പറഞ്ഞു. ആലോചിച്ച് നോക്കി. അപ്പോൾ അത്രത്തോളം ദൈവം ഉപയോഗിക്കുന്ന ഒരു ദൈവദാസനാണ് റെയിൻഹാർഡ് ബോങ്കെ. ശ്രദ്ധിച്ചോണം. അപ്പോൾ ഈ മനുഷ്യൻ, ഇദ്ദേഹത്തിന് സങ്കടം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം ആ മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ അടുക്ക് വന്നിട്ട്, ആത്മാവെ ഞാൻ തിരിച്ചു വരുവാൻ നിന്നോട് കൽപ്പിക്കുമെന്ന് പറഞ്ഞു. നിമിഷ നേരത്തകത്ത് അടക്കാൻ വെച്ചിരുന്ന ഡെഡ് ബോഡി ഒറ്റയടിക്ക് അവിടെ നിന്ന് എണീറ്റ് വന്നു. വലിയ സാക്ഷ്യവും അത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും. അപ്പം ഇത് സംഭവിച്ചതിന് ശേഷം ആ ഒരു മനുഷ്യൻ, ആ ഉയർത്തെഴുന്നേറ്റ മനുഷ്യൻ, നമുക്കിത് വിശ്വസിക്കാതിരിക്കാൻ ലോകപ്രകാരം മണ്ടത്തരമല്ലേ, പക്ഷെ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലും യേശുവിൻ്റെ കാലഘട്ടത്തിലും മരിച്ചവർ ഉയർത്തിട്ടുണ്ട്. ഇദ്ദേഹം തിരിച്ചു വന്ന് ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ യേശുവിനെ കണ്ടു, ഞാൻ മരണപ്പെട്ടു, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെട്ടു. എന്നാൽ അവിടെ ചെന്ന സമയത്ത് യേശു ക്രിസ്തു എന്നോട് സംസാരിക്കുന്ന സമയത്ത് ഒരു വാക്ക് പറഞ്ഞു, നീ തിരിച്ചു പോകുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം കർത്താവ്, എനിക്ക് അങ്ങേ വിട്ട് പിരിയാൻ കഴിയത്തില്ല, ഇത്രയും വലിയ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ഞാൻ വന്നിട്ട് എങ്ങനെ വിട്ടുപോകും, ഞാൻ മരിച്ചല്ലോ എന്ന്, അതായത് മരണപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വന്നു. അപ്പോൾ കർത്താവ് അദ്ദേഹത്തെ ഒരു വാക്ക് പറഞ്ഞു, എനിക്ക് നിന്നെ അയക്കാതിരിക്കുവാൻ കഴിയത്തില്ല. കാര്യം എൻ്റെ അഭിഷക്തൻ റെയിൻഹാർഡ് ബോങ്കെ നിൻ്റെ ആത്മാവിന് വേണ്ടി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവനോട് എന്ത് ചെയ്യാൻ കഴിയത്തില്ല. അവൻ ഹൃദയം നുറുങ്ങി എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് നിന്നെ വിടാതിരിക്കുവാൻ കഴിയത്തില്ലെന്ന് യേശു പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് ബന്ധം. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ബന്ധം. മരിച്ച ഒരു മനുഷ്യൻ കർത്താവിൻ്റെ അടുക്കൽ പോലും ചെന്നിട്ട് പോലും കർത്താവ് പോലും പറയുകയാണ്, എനിക്ക് നിന്നെ വിടാതിരിക്കുവാൻ കഴിയത്തില്ല. ഒരഭിഷക്തൻ, കർത്താവിൻ്റെ മക്കൾ ദൈവസന്നിധിയിൽ ഹൃദയം തകർന്നൊരു ചോദ്യം ചോദിച്ചാൽ യേശുവിനത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നെ വിടാതിരിക്കുവാൻ കഴിയത്തില്ല, നിൻ്റെ ആത്മാവിനെ എനിക്ക് പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല. കാര്യം അവൻ ചോദിക്കുന്നത് ആ ബന്ധത്തിൻ്റെ അകത്തുനിന്നുകൊണ്ടാണ്. നിങ്ങൾ റെയിൻഹാർഡ് ബോങ്കയുടെ മെസ്സേജൊക്കെ കേൾക്കണം. യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രഘോഷണങ്ങൾ കേൾക്കണം. ആത്മീയ വളർച്ചയ്ക്ക് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും. അപ്പം നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധം എന്തായിരിക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പല ആളുകളും ഈ വിശ്വാസത്തിൽ വന്നു, പ്രാർത്ഥനയിൽ വന്നു, പക്ഷെ ഞാൻ പറയുന്നു, ഇപ്പോഴും നിങ്ങൾ നിൽക്കുന്ന ബന്ധം ഫോൺ ഹിസ്റ്ററിയിൽ, നിങ്ങളുടെ കോൾ ലിസ്റ്റിൽ ഏറ്റവും ഒടുവിലത്തെ സുഹൃത്തുക്കളുണ്ടല്ലോ,
അതായത് നമ്മളൊരു കാര്യം ചോദിച്ചാൽ, ഒരു വായ്പ ചോദിച്ചാൽ, ഒരു എന്തെങ്കിലും ആവശ്യം ചോദിച്ചാൽ ഒന്ന് ചോദിച്ചു നോക്കാം, ചിലപ്പം കിട്ടാൻ സാധ്യതയില്ല. ഇനി ചിലപ്പം പറയാൻ പറ്റത്തില്ല, അയാളുടെ ഒരു മൂഡ് പോലെയൊക്കെ ഇരിക്കും, ചിലപ്പോൾ തന്നേക്കാം, ചിലപ്പോൾ അയാൾ നല്ലൊരു മൂഡല്ലെങ്കിൽ ദേഷ്യത്തിലോ സങ്കടത്തിലോ ദുഃഖത്തിലോ തരാതിരിക്കാം, ചിലപ്പോൾ നോ പറയാം. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ പലപ്പോഴും നിരാശയുടെ ചോദ്യങ്ങളായിരിക്കും. ദൈവസന്നിധിയിൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നതെങ്കിൽ ശ്രദ്ധിച്ചോണം, ഇത് അപകടമാണ്. എന്താ സംഭവിക്കുന്നത് അറിയാം? നമ്മുടെ വിശ്വാസത്തിൽ ഇനിയും നമ്മൾ ശക്തിപ്പെടണം, ഇനിയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ വചനങ്ങൾ കേൾക്കണം. ഹല്ലേലൂയ. തുടക്കത്തിൽ എന്തിനാ ഇത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധം. ഇവിടെ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. നമ്മൾ ഇന്നലെ നമ്മൾ വിടുതലിനെ പറ്റി കേട്ടു. 2 കൊരിന്ത്യർ കേട്ടോ, ക്ഷമിക്കണം. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യമാണ്. ഈ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ, ഞാൻ എന്തുകൊണ്ട് ഈ ബന്ധത്തെപ്പറ്റി ആദ്യം പറയുവാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇവിടെ പറയുകയാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ഉവ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്ന് തന്നെ. അപ്പോൾ നമുക്ക് ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ബൈബിളിലെ വചനങ്ങളെ പറയുന്ന പേരാണ് വാഗ്ദാനങ്ങൾ. അതായത് ദൈവം നമുക്ക് തന്നിട്ടുള്ള വാക്കുകൾ. ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാക്കുകൾക്ക് മൊത്തം ഉവ് എന്നാണ് പറയുന്നത്. ഉവെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ, അല്ലേ? ഈ ചിലപ്പം നിങ്ങളുടെ നാട്ടിൽ എന്നാന്ന് എനിക്കറിയത്തില്ല, നിങ്ങളുടെ നാട്ടിൽ ഈ ഉവ് എന്ന് പറഞ്ഞാൽ, ഞാൻ POCയിലൂടെ ഈ വാക്യം വായിക്കാം, ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുയേശുവിൽ അതേ എന്ന് തന്നെ. അപ്പോൾ ഈ ഉവെന്ന് പറഞ്ഞാൽ അതേ, അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൽ അവന് വഴി ഞങ്ങൾ ആമേൻ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ് ഉവെന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ചില നാട്ടിൽ ഉവെന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാകത്തില്ല. ഉവെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്നാണ്. അവനിൽ ഉവ് എന്നത്രേ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എത്ര വാഗ്ദത്തം ഉണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെ എന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു, ഈ ദൈവത്തിൻ്റെ സ്വഭാവമാണ് ബൈബിൾ. ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ അതിൻ്റെ അകത്തൊന്നും മിക്സ് ചെയ്യാൻ പോകണ്ട. കർത്താവ് ഒരു വാക്ക് പറയുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കും എന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ പറയും, ബ്രദറെ ആ രോഗം വരാൻ ഒരു കാരണമുണ്ട് ബ്രദറെ. നമ്മൾ അറിയേണ്ട കാര്യമില്ല. ബ്രദറെ രോഗം മാറാതെ നിൽക്കുന്നതിൻ്റെ അകത്തൊരു കാരണമുണ്ട്, നമ്മൾ അറിയേണ്ട കാര്യമില്ല. ആ വിഷയം ശരിയാകാത്തത് ബ്രദറിന് അറിയാൻ മേലെങ്കിൽ ചില കാര്യങ്ങളുണ്ടെന്നേ, അതറിയാൻ നമ്മൾ പോകണ്ട. ദൈവം പറഞ്ഞതിനെ വിശ്വസിക്കുക, അത് ഏറ്റുപറയുക, അത് അംഗീകരിക്കുക. കാരണം ദൈവം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ കർത്താവ് ഒരു വാക്ക് പറയുകയാണ്. ഈ കർത്താവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് ശ്ലീഹായോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇവൻ ജീവനോടെ ഇരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചാൽ അങ്ങനെ തന്നെയാണ്. എൻ്റെ അടുത്ത് എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. ഞാൻ പറയുന്നത് കേട്ട് ആമേൻ പറയുക. ശ്രദ്ധിച്ചു? ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്ന് തന്നെ. അപ്പം ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്നാണ്. ആമേൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് ആമേൻ പറയും. അപ്പോൾ മനസ്സിലായി ആമേൻ എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അങ്ങനെ തന്നെ. അടുത്ത വാക്യത്തിൽ ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. ദൈവം നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം എന്ന് പറഞ്ഞാൽ ദാനം നമ്മുടെ ഹൃദയത്തിൽ തന്നുമിരിക്കുന്നു. അപ്പം നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ. ശ്രദ്ധിച്ചു നോക്കി, ഒരു വിശ്വാസിനെ ദൈവം മുദ്രയിട്ട്, ഞാൻ ഈ മുദ്രയിട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഇന്നാൾ ഞാനത് ഉദാഹരണം പറഞ്ഞതാണ്. നമ്മുടെ നാട്ടിലൊക്കെ തേക്കും ചന്ദനവും ഒക്കെ ചെല്ലുന്ന സമയത്ത്, നിങ്ങൾ ഈ പ്രത്യേകിച്ച് വയനാടും മറ്റ് ഇടുക്കിയിലുമൊക്കെ ഉൾപ്രദേശങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത്, അതായത് മരങ്ങൾ തിങ്ങിയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുന്ന സമയത്ത്, പൊതുവെ നാട്ടിൻപുറങ്ങളിൽ കുറവാണ്, പ്രത്യേകിച്ച് തേക്കും ഈട്ടിയും ചന്ദനവും ഒക്കെ ഉള്ള ഞാൻ കണ്ട സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഗവൺമെൻറ് അതിനൊക്കെ ഒരു സീൽ ചെയ്തിട്ട് ഒരു മുദ്ര വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ കണ്ട സ്ഥലത്ത് നിങ്ങൾ ആരും അറിയാതെ പോയി ആ മരം മുറിച്ച് നിങ്ങളത് കഷ്ണമാക്കി കട്ടള വല്ലതുമൊക്കെ പണിയാന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഇതുപോലൊരു തേക്കോ എന്തോ സംഭവം മുറിച്ച് അദ്ദേഹം വീട് പണിയാൻ വേണ്ടി എല്ലാം റെഡിയാക്കി കട്ടളയൊക്കെ പണിത് 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ വന്ന് മൊത്തവും പൊളിച്ചെടുത്ത് പുള്ളിക്ക് തടവും കൊടുത്ത് പിഴയും കൊടുത്തു. പുള്ളി ചോദിക്കുകയാണ്, എൻ്റെ അതിരെ നിന്ന എൻ്റെ തേക്കല്ലേ ഞാൻ വെട്ടിയത്? അപ്പോൾ അവർ പറഞ്ഞു, നിൻ്റെ അതിരെ നിന്നതായിരിക്കാം, നിൻ്റെ തേക്കായിരിക്കാം, പക്ഷേ ഇവിടെ ഒരു മുദ്ര ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇപ്പം മനസ്സിലായോ? മുദ്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഇട്ടിരിക്കുന്നത്
ഒരു ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു അധികാരത്തിൻ്റെ അടയാളമാണ്. അതെങ്ങാനും പൊട്ടിക്കുവാൻ ശ്രമിച്ചാൽ, അതെങ്ങാനും മാറ്റുവാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഉടമസ്ഥൻ അടങ്ങിയിരിക്കത്തില്ല. ഗവൺമെൻറ് അങ്ങനെയാണെങ്കിൽ ബൈബിൾ പറയുന്നു, നിങ്ങളെ ക്രിസ്തുവിനോട് ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്നു ദൈവമല്ലോ. ദൈവം നമ്മെ മുദ്രയിട്ടു. ആത്മാവെന്ന ദാനം നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മെ മുദ്രയിട്ടു. അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ഇനി പോകുന്ന വഴിയിൽ അനർത്ഥം മാറിപ്പോട്ടെ എന്നൊരു പ്രത്യേകം പ്രാർത്ഥനയുടെ ആവശ്യമില്ല. ചിലരുണ്ടല്ലോ, എവിടെയെങ്കിലും പോകുന്ന സമയത്ത്, അയ്യോ ബ്രദറെ, ഞാൻ പോകുന്ന വഴിക്കൊക്കെയും അനർത്ഥങ്ങൾ വിട്ടുമാറട്ടെ, അപകടങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ, പിശാചുക്കൾ വിട്ടുപോകട്ടെ, പ്രത്യേകിച്ച് പറയണ്ട. ദൈവം നിങ്ങളെ ഉറപ്പിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, മുദ്ര വെച്ചിട്ടുണ്ട് നിങ്ങളുടെ മേൽ. ഇനി ഈ മുദ്രയെപ്പറ്റി നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ഉദാഹരണം ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റും. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഗവൺമെൻറ് ഒരു മുദ്രയുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മുദ്ര ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. നിങ്ങൾക്ക് അങ്ങനെ അറിയാവുന്ന. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഇതുപോലെ കുറേ മുദ്രകൾ നമ്മൾ കേൾക്കാറുണ്ട്, നമ്മൾ കാണാറുണ്ട് അല്ലേ. നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് വരുന്ന സമയത്ത്, നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ചേരുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം മുദ്രയിട്ടിരിക്കുക. ദൈവം നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നുമിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമ്മുടെ ഉള്ളിലുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമ്മുടെ മേലുള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്. നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ ദൈവികമായ നന്മകളുടെ സപ്ലൈ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ആമേൻ. അപ്പോൾ ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞോണം. നിങ്ങൾ ഏത് സ്ഥലത്ത് പോയാലും, എവിടെയൊക്കെ നിങ്ങൾ സഞ്ചരിക്കാൻ നോക്കിയാലും, കർത്താവിൻ്റെ തിരുവചനം നമ്മളെ എന്ത് ചെയ്യും? സൂക്ഷിക്കും. ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ എന്ത് ചെയ്യും? സഹായിക്കും. അപ്പം ഞാൻ ഈ നമുക്ക് പറയാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചില സമയത്ത് റെയിൽവേയുടെ മുദ്രയിട്ട ഇരുമ്പുകൾ അവിടെ കാണും അല്ലേ. അവിടെ ഓരോ പ്രോപ്പർട്ടിയിലും റെയിൽവേയുടെ മുദ്ര, അത് തുരുമ്പെടുത്ത് അവിടെ കിടന്ന് നശിച്ചു പോയാലും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ആർക്കും അത് തൊടാൻ കഴിയത്തില്ല. തുരുമ്പെടുത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് നശിച്ചു പോയാലും അത് ഗവൺമെൻറ് മുദ്ര കിടക്കുന്നുണ്ട്, അത് വിൽക്കാൻ പറ്റത്തില്ല. വിറ്റാൽ എന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്യും. ആമേൻ. അതേപോലെ നിങ്ങളെ ദൈവം മുദ്രയിട്ടിട്ടുണ്ട്. ഇതാണൊരു വിശ്വാസിയുടെ ഗ്യാരണ്ടി. നമ്മൾ പറയത്തില്ല, ഒരു ഇൻഷുറൻസ് എടുക്കണം, എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബത്തിന് വല്ലതും കിട്ടാൻ വേണ്ടി നമ്മൾ ഇൻഷുറൻസുകൾ എടുക്കാറുണ്ട് അല്ലേ. അതേപോലെ ദൈവം തരുന്ന ഇൻഷുറൻസ് ആണ് ഇത്. അനർത്ഥം വരുന്ന ഇൻഷുറൻസ് അല്ല, അനർത്ഥം വരാതിരിക്കുവാനുള്ള മുദ്രയാണ്. ഇവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഊവെന്നത്രേ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. എത്ര വചനങ്ങളുണ്ടെങ്കിലും തമ്പുരാൻ പറയുകയാണ്, ഈ ഊവെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. അതിൻ്റെ അർത്ഥം അവിടെ ദൈവം നിങ്ങളുടെ സ്വഭാവം നോക്കുന്നില്ല, രൂപം നോക്കുന്നില്ല, നിറം നോക്കുന്നില്ല, കുടുംബപ്പേരോ കുടുംബ മഹിമയോ ഇതൊന്നും നോക്കുന്നില്ല. തമ്പുരാൻ പറയുന്ന, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ദൈവം വാക്ക് മാറത്തില്ല. 2, നമ്മൾ ആമേൻ പറയണം. ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ, അതേപോലെ സംഭവിക്കത്തുള്ളൂ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കത്തുള്ളൂ. നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്നതും ദൈവമല്ലോ. അപ്പം ദൈവമല്ലോ നമ്മെ എന്ത് ചെയ്യുന്നത്? ഉറപ്പിക്കുന്നത്. ദൈവമാണ് നമ്മളെ ഉറപ്പിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചോണം, ദൈവം നിങ്ങളെ ഉറപ്പിക്കും. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല, എൻ്റെ കർത്താവേ, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണം, ഈ ഒരു പ്രശ്നത്തിൽ, ഈ ഒരു ദിവസങ്ങളിൽ, ഏതെങ്കിലും ഒരു സമയത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ ശക്തി തരണം. പേടിക്കേണ്ട. ബൈബിൾ പറയുന്നു, ദൈവം നിങ്ങളെ ഉറപ്പിക്കും. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ്, ദൈവം എന്നെ ഉറപ്പിക്കും എന്ന് പറ. ദൈവം എന്നെ ഉറപ്പിക്കും. ആമേൻ. ദൈവം എന്നെ ഉറപ്പിക്കും എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പറയണം. ദൈവം നമ്മെ ഉറപ്പിക്കും. അപ്പം ദൈവം നമ്മളെ ഉറപ്പിക്കുന്ന ദൈവമാണ്. നമ്മളെ വിറപ്പിക്കുന്ന ദൈവമല്ല, ഉറപ്പിക്കുന്ന ദൈവമാണ്. ഞാൻ പലപ്പോഴും പറയാറില്ല, നമ്മൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കരുത്. പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് വീഴുന്നത്. ദൈവം എന്നെ നിർത്തുമെന്ന് അങ്ങനെ പറയണം. ദൈവം എന്നെ നിർത്തും. പറയണം, എൻ്റെ സഹോദര, എൻ്റെ സഹോദരി, കുടുംബക്കാരോട് നാട്ടോടും പറഞ്ഞു, സഹോദര, എനിക്കൊരു കാര്യം ഉറപ്പ്, എൻ്റെ ദൈവം എന്നെ നിർത്തും. മനസ്സിലാകുന്നുണ്ടോ? ഇത്രയും പ്രശ്നത്തിൽ എങ്ങനെയാ നീ പിടിച്ചു നിൽക്കണമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞാൽ അത് എനിക്കറിയത്തില്ല.
എനിക്ക് നോക്കിയിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല, പക്ഷെ എന്നെ നിർത്തും ദൈവം, എന്നെ നിർത്തും. എന്നെ തെളിവ്, ഇതാ തെളിവ്, ഊവെന്നുള്ള ദൈവവചനം. ദൈവം നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നും പിടിക്കും. തൊട്ട് വളർത്തുമ്പോൾ നിങ്ങളെ ക്രിസ്തുവിൽ ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിർത്തുക എന്ന സ്ട്രോങ് ആയിട്ട്. നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ, നമ്മളെ ഉറപ്പിക്കും ദൈവം. ഇനി എത്ര വാക്തത്വങ്ങൾ ഉണ്ടെങ്കിലും ആമേൻ പറഞ്ഞു, കർത്താവ് ഞാൻ ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കുന്നു പറയണം. മനസ്സിലായോ? ആമേൻ പറഞ്ഞ് ഞാനതിനെ സ്വീകരിക്കുന്നു. നമ്മളതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിക്കാൻ പോകരുത്. ഒരു പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ വലിപ്പം തപ്പിപ്പോകാതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വചനം കണ്ടെത്തണം. പലരും കുടുങ്ങിപ്പോകുന്ന എവിടെയാണെന്നറിയാവോ? പ്രശ്നത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങും. ഒരു കടലിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ പിന്നെ ആ വ്യക്തിക്ക് തിരിച്ചു വരാൻ കഴിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? കരയിലേക്ക് നീന്തുന്നവന് മാത്രമേ രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ. ആഴത്തിലേക്ക് പോകുന്നവന് മടങ്ങി വരാൻ കഴിയത്തില്ല. ഒരിക്കലും ഒരു പ്രശ്നം വന്നാൽ പ്രശ്നത്തിൻ്റെ ആഴത്തിലേക്ക് പോകാൻ ശ്രമിക്കരുത്. ഉടനെ തന്നെ ഒരു വചനത്തിലോ പ്രാർത്ഥനയിലോ കൂട്ടായ്മയിലോ പെട്ടെന്ന് തന്നെ ശക്തിപ്പെടാൻ ശ്രമിച്ചോണം. നിങ്ങൾ എപ്പോഴാണോ പ്രശ്നത്തിലേക്ക് ഇറങ്ങുന്നത് നിങ്ങൾ കുടുങ്ങി, നിങ്ങൾക്ക് പിന്നെ കരകയറാൻ കഴിയത്തില്ല. ഒരിക്കലും പ്രശ്നം വന്നാൽ പ്രശ്നത്തിൻ്റെ ആഴം തപ്പരുത്. നമുക്കറിയാം, ചിലപ്പോൾ ഉദാഹരണം പറയാം, ഒരു മെഡിക്കൽ റിപ്പോർട്ട് കിട്ടി, ഉടനെ ഡോക്ടർ പറഞ്ഞു, ഉദാഹരണമായിട്ട് പറയാട്ടോ, ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പമാണ്, സൂക്ഷിക്കണം. ഉടനെ നമ്മൾ അറിയാവുന്ന ഈ രോഗം വന്ന ആൾക്കാരെ വിളിച്ച് ചോദിക്കരുത്. ഉടനെ യൂട്യൂബിൽ രോഗം വന്നാൽ എന്തൊക്കെയാണ് സൈഡ് എഫക്റ്റുകൾ അന്വേഷിക്കാൻ പോകരുത്. 10 പേരെ വിളിച്ചോണ്ട് എനിക്ക് ഈ രോഗമാണ്, അപ്പോൾ ഉടനെ അവർ പറയൂ ഇതേ രോഗം തന്നെ എൻ്റെ ചേച്ചിക്ക് വന്നു, അനിയത്തിക്ക് വന്നു, കൂട്ടുകാരിക്ക് വന്നു, പെങ്ങൾക്ക് വന്നു. അവർ പറയും സൂക്ഷിക്കണം കേട്ടോ, ഭയങ്കര വിഷയം. അതിൻ്റെ ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും, ഭയപ്പെടുത്തും. സ്റ്റോപ്പ് ചെയ്യണം, പോകരുത്. ഒരു മനുഷ്യനോട് പറയരുത്. ഉടനെ പ്രാർത്ഥനയിലും വചനത്തിലും ശക്തിപ്പെടണം. കരയിലേക്ക് നീന്താൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാവോ? നമ്മൾ മറിഞ്ഞു വീഴും. നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോണം, പ്രശ്നങ്ങൾ വരുമ്പോൾ എന്നെ ഉറപ്പിക്കുന്നൊരു ദൈവം ഉണ്ട്. ആ ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ ഊവെന്ന് പറയുന്ന ദൈവമാണ്. ആമേനെന്ന് പറയുന്ന വിശ്വാസിയാണ് ഞാൻ. ദൈവം നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു, മറന്നു പോകരുത്. ദൈവത്തിൻ്റെ മുദ്ര പൊട്ടിച്ചെങ്കിൽ മാത്രമേ നിങ്ങളെ തകർക്കുവാൻ കഴിയത്തുള്ളൂ. കേട്ടോ, ഈ മുദ്ര ആരാന്നറിയാവോ? പരിശുദ്ധയാത്മാവ്. ഇതൊക്കെ തിരിച്ചറിയണം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പം ആരെങ്കിലും പറയുവാണ് പിശാച് നിങ്ങളുടെ സകലതും നന്മയും തകർന്ന് തരിപ്പടമാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിശാചിന് പരിശുദ്ധയാത്മാവിൻ്റെ മുദ്ര പൊട്ടിക്കാൻ ശക്തിയുണ്ടെന്നാണ് പറയുന്നത്. ഉടനെ ഉറപ്പിച്ചോണം, ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല. ഒരിക്കലും പരിശുദ്ധയാത്മാവിനെ ജയിക്കുവാൻ പിശാചിന് കഴിയത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞ്, പരിശുദ്ധയാത്മാവിനെ ജയിക്കുവാൻ പിശാചിന് കഴിയത്തില്ലെന്ന് പറ. പരിശുദ്ധാത്മാവിനെ ജയിക്കാൻ പിശാചിന് കഴിയില്ല. ഇത് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. പലർക്കും, പല വിശ്വാസികളോട് ഞാൻ സംസാരിക്കുമ്പം പലരും പറയും ബ്രദറെ ഞാൻ വലിയ മീൻസ് അവർ പിശാചിനെ അങ്ങോട്ട് ഉയർത്തും. നിങ്ങൾ തിരിച്ചറിഞ്ഞു വേണം, പരിശുദ്ധാത്മാവിനെ ജയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പറഞ്ഞ് പഠിക്കുന്ന സമയം മുതൽ മാത്രമേ നിങ്ങളുടെ വിശ്വാസം വർക്ക് ചെയ്യത്തുള്ളൂ. നിങ്ങളുടെ വിശ്വാസം വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മേൽ അത്ഭുതങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ശ്രദ്ധിച്ചോണം, വിശ്വാസം വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് നിങ്ങളെ സഹായിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ദൈവത്തെ പറ്റിയും പരിശുദ്ധാത്മാവിനെ പറ്റിയും നിങ്ങൾക്കൊരു അറിവുണ്ടാകണം. എങ്കിലേ വിശ്വാസം പലരുടെയും വിശ്വാസം വർക്ക് ചെയ്യുന്നില്ല, എനിക്കറിയാം. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ഈ കൂട്ടായ്മ വന്നിട്ട് ബ്രദറെ ഞാൻ ഈ വചനം കേട്ട് ബ്രദറെ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വലിയ അത്ഭുതം ഉണ്ടായ ബ്രദറെ, എത്രയോ ഇന്നലെ കൂടെ നമ്മൾ ആ സാക്ഷ്യം കേട്ടില്ലേ, എനിക്ക് വലിയ വ്യത്യാസം, ഒത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടും ഇവിടെ വന്നപ്പം എന്തോ സംഭവിച്ചു. നിങ്ങൾ പറയാൻ കാരണം നിങ്ങൾക്ക് കറക്റ്റ് ഓർഡർ കിട്ടി. എങ്ങനെയാണ് ആ അറിവ് കിട്ടിയപ്പോൾ നിങ്ങളുടെ വിശ്വാസം പ്രവർത്തിക്കുകയും പരിശുദ്ധാത്മാവ് വേഗത്തിൽ നിങ്ങളെ സഹായിച്ചു. അതാ സംഭവിച്ചത്. പക്ഷേ നിങ്ങൾ കറങ്ങി നടന്നപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാവോ? നിങ്ങൾക്ക് ആ തെറ്റായ ഒരു അറിവ് അകത്ത് കിടന്നു. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അത് വർക്ക് ചെയ്യുന്നില്ല. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഈ ബാറ്ററി കണ്ടിട്ടില്ല, ചെറിയ ബാറ്ററി നമ്മളിപ്പോഴങ്ങനെ കുറവാണ്. പണ്ടത്തെ കാലഘട്ടത്തിൽ ഈ ടോർച്ചിൽ ബാറ്ററി ഇട്ട് ഉപയോഗിച്ച് എത്ര പേരുണ്ട്? പഴയ കാലത്ത് ബാറ്ററി ഇട്ട ടോർച്ച് കണ്ട എത്ര പേരുണ്ട്? ഇപ്പം അതൊന്നും ഇല്ല. ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. പ്രത്യേകിച്ച് ഇപ്പം ബാറ്ററി ഐറ്റംസ് വളരെ കുറവാണ്. ക്ലോക്കുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പം അതും ഇല്ല, എല്ലാം ഡിജിറ്റൽ ആയല്ലോ. അപ്പോൾ പണ്ടത്തെ കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ വലിയ ഒരു ടോർച്ച് രാത്രിയിലൊക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ടോർച്ചിൻ്റെ അകത്ത് 2 ബാറ്ററിയാണ്. ആ ബാറ്ററിക്ക് അകത്തൊരു പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്, അല്ലേ?
ആ 2 ബാറ്ററി നിങ്ങൾ ആദ്യം ഇടുന്നത് നെഗറ്റീവ്, അതായത് ആ പരന്നിരിക്കുന്ന താഴ്വശം ഇട്ടിട്ട് പിന്നെ നിങ്ങൾ ബാക്കി ബാറ്ററി ഇട്ടാൽ എത്ര പുതിയ ബാറ്ററി ആണെങ്കിലും അത് വർക്ക് ചെയ്യത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുതിയ നിങ്ങൾ ബൾബ് മാറ്റിയിട്ട് നോക്ക്, വർക്ക് ചെയ്യത്തില്ല. അതിൻ്റെ ലെൻസ് മാറ്റി വിട്ടിട്ട് വർക്ക് ചെയ്യത്തില്ല. തിരിച്ചും മറിച്ചും തട്ടി മുട്ടി ഇട്ട് നോക്കിയ വർക്ക് ചെയ്യത്തില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കും ഇതെന്നാ കുഴപ്പം, പുത്തൻ ടോർച്ചാണല്ലോ, പുത്തൻ ബാറ്ററി ആണല്ലോ, ഒരു കുഴപ്പവും ഇല്ലാഞ്ഞാണല്ലോ ഇതെന്നാ വർക്ക് ചെയ്യാത്തത്. അപ്പോൾ അറിയാവുന്നവർ വന്നിട്ട് പറയും ആ ബാറ്ററി ബാക്കി വശം തുറന്നിട്ട് ആദ്യം നെഗറ്റീവ് അല്ല പകരം പോസിറ്റീവ് ആദ്യം കയറ്റി വിട്ടിട്ട് അതിൻ്റെ പുറകിൽ ആ ബാറ്ററി കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തു. ഇത് തന്നെയാണ് വിശ്വാസ ജീവിതവും. ദൈവത്തിൻ്റെ കുഴപ്പമല്ല കേട്ടോ, പരിശുദ്ധാത്മാവിൻ്റെ കുഴപ്പമല്ല കേട്ടോ. നിങ്ങളുടെ വിശ്വാസത്തിൽ എവിടെയോ റോങ് ആയിട്ടുള്ള സംഭവം കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ മിറക്കിൾസ് നടക്കാത്തത്. അതിനാണ് നിങ്ങളെ സഹായിക്കുന്നത് വചനധ്യാനം. ആമേൻ. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ബാറ്ററി കൊടുത്തെങ്കിൽ മാത്രമേ ആ പുത്തൻ ബാറ്ററിയും പുത്തൻ ടോർച്ചും വർക്ക് ചെയ്യത്തുള്ളെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എത്ര അധികം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ ആരാധന, യേശുവേ ആരാധന. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കർത്താവ് എന്നോട് ഒരു ശരണ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഒരു മോളാണ്, ശരണ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിനോട് പറയുകയാണ്. ശരണ്യയുടെ ഭവനത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ്. ശരണ്യയുടെ കുടുംബ ജീവിതത്തിൻ്റെ മേൽ കർത്താവ് ഇന്ന് കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഒന്നുണ്ടായി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പരിശുദ്ധാത്മാവേ, ഇന്ന് ആ കുടുംബത്തെ അങ്ങ് സ്പർശിക്കുന്നല്ലോ. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ കർത്താവേ, ആ കുടുംബം സമാധാനത്തിൻ്റെ കുടുംബമായി തീരട്ടെ. ഞാൻ കാണുന്നൊരു കാഴ്ച, ആ കുടുംബത്തിൻ്റെ അകത്തൊരു നമ്മൾ ഇരുട്ടത്ത് ഒരു നിലാവ് കാണുന്നത് പോലെ ഒരവസ്ഥയിൽ ആ ഒരു വശത്ത് മാത്രം വെളിച്ചം തട്ടാതെ മാറി വെളിച്ചം പ്രകാശിക്കുന്നത് പോലെ, ഒരു ഇരുട്ടത്ത് നിലാവ് ഉദിച്ചിട്ട് ഒരു വശം മാത്രം തെളിഞ്ഞു നിൽക്കുന്നത് പോലെ, അതായത് ഒരു വശത്തുകൂടെ പറഞ്ഞു. എന്റെ കൂട്ടുകാരിയുടെ ചേട്ടത്തിയാണ് ശരണ്യ. കൂട്ടുകാരി ദൈവത്തെ അറിഞ്ഞതാണ്. ശരണ്യ പക്ഷേ നമ്മള് ദൈവത്തെ അറിഞ്ഞിട്ടില്ല, എതിർത്ത നിൽക്കുവാണ് ഇപ്പം. തീർച്ചയായിട്ടും ശ്രേയ കുടുംബത്തോട് പറയണം, കർത്താവ് ഇന്ന് നിന്നെ തൊടുവാൻ വേണ്ടി പോവാണ്. കർത്താവ് വലിയൊരു വെളിച്ചത്തെ കുടുംബത്തിൻ്റെ മേലേക്ക് അയക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞോണം. ഒരു വശത്ത് നന്നായിട്ട് എല്ലാ കാര്യവും പകുതി നടക്കുന്നുണ്ടെങ്കിൽ ഒരു വശം ഇരുട്ടിൽ കിടക്കുന്നൊരവസ്ഥയാണ്. പലപ്പോഴും കരയാനാണ് വിധി, പക്ഷേ കർത്താവ് ഇന്ന് അതിൽ നിന്ന് പുറത്തെടുക്കുമെന്ന് പറയുന്നു. വെളിച്ചം പൂർണ്ണമായും പ്രകാശിക്കാൻ വേണ്ടി പോവാണ്. കർത്താവ് ഞങ്ങളുടെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. പിതാവേ, അങ്ങയുടെ ഉള്ളം കരത്തിലേക്ക് മകളെ വഹിക്കുന്നല്ലോ. പിന്നെയും നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇതിനകത്ത് പ്രാർത്ഥിക്കും. എന്നെ ശ്രീരാജ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേര്, ശ്രീരാജ് എന്നുള്ള ഒരു പേര് എൻ്റെ ഉള്ളിൽ കർത്താവ് തരികയാണ്. ശ്രീരാജിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിനോട് പറയുകയാണ്. ഇന്ന് ശ്രീരാജിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശ്രീരാജിൻ്റെ കുടുംബത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിയെ നയിക്കുന്നല്ലോ. യേശുവെ, ഞങ്ങൾ ആ കുടുംബത്തെ ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവ് ശൂന്യമായ പടകുകളെ നിറയ്ക്കുവാൻ കഴിയുന്ന കർത്താവെ, അങ്ങയുടെ വലിയ കൃപ ഇന്ന് അവിടെ ചൊരിയുന്നല്ലോ. യേശുവെ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കും. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ച് കർത്താവെ, രോഗത്താൽ ഭാരപ്പെടും. ടോമസ് ബേറിനെ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഇന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ, അത്ഭുതകരമായ ദൈവപ്രവൃത്തി അവിടെ ഉണ്ടായി വരട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ച്. രോഗത്താൽ ഭാരപ്പെടുന്നവർ, ദൈവത്തിന് ഉവ്വന്നേ ഉള്ളൂ, അങ്ങനെ തന്നെയെന്നുള്ളൂ. കൈവച്ച് എന്നിട്ട് ആ സംശയം ഉണ്ടല്ലോ മനസ്സിൽ, ബന്ധത്തിൻ്റെ കുഴപ്പമാണ്. ഇന്ന് ആ ബന്ധം ഒന്ന് ക്ലിയർ ചെയ്ത്, കർത്താവേ, എൻ്റെ രോഗം മാറുമോ, എൻ്റെ രോഗം മാറുമോ? നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് ചിന്തിച്ച്. നമ്മളൊരു 10 രൂപ വായ്പ മേടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരും, നമ്മൾ വായ്പ വാങ്ങത്തില്ല കേട്ടോ, ഞാൻ ഉദാഹരണമായിട്ട് പറയാം. നമ്മൾ വായ്പ വാങ്ങത്തില്ല, കൊടുക്കാൻ വേണ്ടി പോകുന്നവരാ, വാരി വിതറി കൊടുക്കുന്ന ഉദാഹരണമാണ്. 10 രൂപ ഒരാവശ്യം വന്നാൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് പേഴ്സ് എടുക്കാൻ മറന്നുപോയി, ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് തരാൻ കഴിയുന്ന നമ്മുടെ മനസ്സിൽ ഉറപ്പുള്ള സുഹൃത്തിൻ്റെയോ കുടുംബക്കാരുടെയോ മുഖം വരുന്നില്ല. എന്ന് കണ്ണടച്ച്, പെട്ടെന്ന് നിങ്ങൾ കണ്ണടച്ച്. ഞാൻ വിളിച്ചാൽ ഓടിയെത്തി, ഇല്ലെങ്കിൽ എവിടുന്നേലുമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് എന്നെ സഹായിക്കുന്ന ഒരു സുഹൃത്ത് കാണും, ഒരു ബന്ധു കാണും, ഒരു പെങ്ങളോ സഹോദരനോ സഹോദരിയോ. ആ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നില്ലേ? എന്നാൽ എന്തുകൊണ്ടാണ് നൂറുകണക്കിന് സുഹൃത്തുക്കളുടെ ഇടയിൽ, നൂറുകണക്കിന് ബന്ധുക്കാരുടെ ഇടയിൽ ആ വ്യക്തിയുടെ മുഖം മാത്രം വരാൻ കാരണം? ആ വ്യക്തിയിൽ നിങ്ങൾക്കൊരു ഉറപ്പുണ്ട്, ഏത് പാതിരാത്രിക്കും ഞാൻ വിളിച്ചാൽ എന്നെ സഹായിക്കാൻ വരും.
ആയിരക്കണക്കിന് സുഹൃത്തുക്കളുടെയും ആയിരക്കണക്കിന് ബന്ധുക്കാരുടെ നടുവിൽ ആ ഒരൊറ്റ വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ വരാൻ കാരണം ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ മുഖം വരുന്നത് എങ്ങനെയാണ്? എൻ്റെ കർത്താവ്, ഞാൻ വേദനയാൽ ഭാരപ്പെടുന്ന കർത്താവ്, എന്നെ സൗഖ്യമാക്കണേ എന്നാണെങ്കിൽ ബന്ധം കുറവാണ്. ബന്ധം കുറവാണ്. നിങ്ങളുടെ അകത്ത് സംശയം കയറിയിരിക്കുന്നു. അല്ല അപ്പ, എനിക്ക് രോഗമാണ്, എനിക്കറിയാം എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കും. ബന്ധം നിങ്ങൾ റെഡിയാക്കുക. ഇവിടം ക്ലിയർ ആക്കിയിട്ട് മാത്രമേ നിങ്ങൾ വിശ്വാസത്തിൽ ബലപ്പെടാൻ പോകാവുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഉറപ്പിച്ചു, എവിടെയോ നിങ്ങൾ സ്റ്റക്കായിട്ടുണ്ട്. ഇനിയും കൂടുതൽ ദൈവത്തെപ്പറ്റി അറിവ് ലഭിച്ചേ പറ്റത്തുള്ളൂ. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല കേട്ടോ. പിന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യം, ബന്ധം കണക്ഷൻ നഷ്ടപ്പെട്ടു പോയി, കണക്ഷൻ കുറഞ്ഞു പോയി, അത് ശക്തിപ്പെടണം. പിതാവ്, ഇന്ന് ഞങ്ങൾ എനിക്കറിയാം കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കും. യേശു നിങ്ങളുടെ വേദന ക്രൂശിൽ വഹിച്ചിരിക്കുന്നതാണ്. അവൻ അത്ഭുതം ചെയ്തിരിക്കും. പറയണം, കർത്താവേ, എനിക്കറിയാം കർത്താവ്, അങ്ങ് എന്നെ കൈവിടത്തില്ല, അങ്ങനെ ഉപേക്ഷിക്കത്തില്ല, എന്നെ മറക്കത്തില്ല, അങ്ങനെ ഓർക്കുന്ന ദൈവമാണ്, അങ്ങനെ മറക്കത്തില്ല, അങ്ങനെ ഓർക്കുന്ന ദൈവമാണ്, അങ്ങനെ കൈവിടാത്ത ദൈവമാണ്. അങ്ങനെ തന്നെ പറഞ്ഞ് അങ്ങനെ സൗഖ്യമാക്കിയിരിക്കും. എനിക്കറിയാം. ആ ഉറപ്പ് നിങ്ങൾ ഉള്ളിൽ കയറട്ടെ. ഇല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതം വേസ്റ്റാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ 100 വർഷം ജീവിച്ചിരുന്നാലും നിങ്ങളുടെ വിശ്വാസം കൊണ്ട് ഒരു ഗുണവുമില്ല. ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന ആയിരക്കണക്കിന് സുഹൃത്തുക്കളുടെ ഇടയിൽ 999 ഒരു സുഹൃത്തിനെ പോലെയാണ് നിങ്ങൾക്ക് യേശുവെങ്കിൽ, ഉറപ്പില്ലാത്ത കൂട്ടുകാരനെ പോലെ ആണെങ്കിൽ ആ കൂട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഏത് പാതിരാത്രിക്കും ഞാൻ വിളിച്ചാൽ എന്നെ സഹായിക്കാൻ ഓടി വരുന്നൊരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഏത് സമയത്തും ഞാൻ വിളിച്ചാൽ എൻ്റെ കൂടെ ഇറങ്ങി വരുന്നൊരു കർത്താവ് എനിക്കുണ്ടെന്ന് ഉറപ്പ് വേണം. യേശുവെ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ രോഗസൗഖ്യത്തെ റിലീസ് ചെയ്യുന്നു. അത്ഭുതം നടക്കത്തുള്ളൂ. അത്ഭുതമേ നടക്കത്തുള്ളൂ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞൊരു മധുവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് പറയുക. മധുവിൻ്റെ മധുവുമായി ബന്ധപ്പെട്ട് ഒരു ഗായത്രീനെയും കൂടെ കർത്താവ് കാണിക്കുന്നു. ഈ മധുവുമായി ബന്ധപ്പെട്ട് ഒരു ഗായത്രീനെയും കൂടെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഭവനത്തെ കർത്താവ് സ്പർശിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് റിലീസ് ചെയ്യുന്നപ്പോൾ അങ്ങ് തൊടുന്നല്ലോ, അങ്ങ് സ്പർശിക്കുന്നല്ലോ, രോഗസൗഖ്യത്തെ അങ്ങ് അയക്കുന്നല്ലോ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ശൂന്യമായ അവസ്ഥകൾ നിറയട്ടെ, പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ, പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ. അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഈ ദിവസങ്ങളിൽ കർത്താവ് പരീക്ഷയ്ക്കായി പോകുന്നവരുണ്ടപ്പോൾ ജയത്തെ കൽപ്പിക്കുന്നപ്പോൾ, ഈ ദിവസങ്ങളിൽ കടഭാരത്താൽ ഞെരുങ്ങുന്നവരുണ്ടപ്പോൾ വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. മിച്ചം വരും. ഞാൻ ഉറപ്പ്, നിങ്ങളുടെ പേഴ്സുകളിൽ മിച്ചം വരും, അക്കൗണ്ടുകളിൽ ചിലവാക്കിയിട്ടും മിച്ചം വരും. കടഭാരങ്ങൾ മാറിപ്പോകും, അവസ്ഥകൾ മാറി, ഭവനങ്ങൾ വിൽക്കേണ്ടി വരത്തില്ല, നിങ്ങളവിടെ താമസിക്കും, ഏറ്റവും അനുഗ്രഹമായി താമസിക്കും, ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ, നന്മ ഉണ്ടാകും. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. എന്നോട് കർത്താവ് ഈ കൂട്ടത്തിൽ വേറൊരു കാര്യം പറയുന്നു. ദൈവാത്മാവെന്ന് പറയുന്ന ഒരു കോടതി വിധി, പ്രതികൂലമായി കിടക്കുന്ന ഒരു കോടതി വിധി അനുകൂലമായി ഈ മാസത്തിൽ തന്നെ അത്ഭുതകരമായി നിങ്ങളുടെ കരത്തിലേക്ക് കൺഫർമേഷൻ വരാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഞെട്ടും. അനുകൂലമായി തന്നെ വരാൻ വേണ്ടി പോവാണ്. റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ മാസമാണ് അതിൻ്റെ ഒരു കാര്യം നിൽക്കുന്നത്. ഈ മാസം തന്നെ ഇതിൻ്റെ അപ്പുറം പോകത്തില്ല. ഇതോടെ തീരുകയാണത്. നിങ്ങൾക്ക് അനുകൂലമായി തീർപ്പ് കൽപ്പിക്കുകയാണ് ദൈവം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നല്ലോ. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ, പ്രാർത്ഥനാ വിഷയങ്ങളല്ല ഇവിടെ പറയേണ്ടത്, സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. ഇവിടെ പ്രാർത്ഥനാ വിഷയം പറയത്തില്ല. നമ്മൾ ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യമോ ആലോചന ഇടപെട്ടതോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഒരേ ആലോചന നിങ്ങൾക്ക് ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ അത് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചാൽ മതി. ഈ സമയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ചുരുക്കം വാക്കുകളിൽ വേഗത്തിൽ അത് പറഞ്ഞു തീർന്നോണം, വേഗത്തിൽ പറയണം. തോമസ് ബ്രദറിനെ ഹോസ്റ്റാക്കി നിർത്തിയിട്ടുണ്ട്. അധികം നീണ്ടു പോകരുത്, സമയപരിമിതിയുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അതിനുശേഷം നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി പോവാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. ചേച്ചിന്റെ മോളാണ് ശരണ്യ. ഏറ്റെടുത്തത് കർത്താവ്.
ഏറ്റെടുത്ത് സിസ്റ്ററെ, കർത്താവിന്റെ നാമത്തിൽ ആ കുടുംബത്തെ വിളിച്ചു പറയണം. കർത്താവ് ഈ ദിവസങ്ങളിൽ കേട്ട ആലോചന കേട്ടല്ലോ, അടയാളം കേട്ടല്ലോ, അവരോട് പറയണം. പറഞ്ഞോണം, അവരോട് പറഞ്ഞോണം. ഞാൻ ഇപ്പൊ നിങ്ങൾ വിശ്വാസത്തിലല്ലാത്ത ഒരാളോട് പറയുമ്പം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞാനൊരു പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന സമയത്ത് അവിടെ വചനം പറഞ്ഞുകൊണ്ടിരുന്ന ബ്രദറിന് ഉള്ളിൽ ദൈവാത്മാവ് പറഞ്ഞ ഒരു വാക്കാണ്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഏറ്റെടുക്കാം. അങ്ങനെ അവിടെ പറയാൻ പറ്റത്തില്ലെങ്കിൽ അങ്ങനെ ഞാൻ കേട്ടതാണ്. നിങ്ങളുമായിട്ട് അത് സാമ്യമുള്ളത് കൊണ്ടും അടയാളം നിങ്ങളുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. എൻ്റെ കടമ ഞാൻ പറയുകയാണ്. കർത്താവ് എന്തായാലും അത് ചെയ്യും. അത്രയും മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. പിന്നെ ഞാനൊരു പേരോട് പറയാനുണ്ട്. ഞാനൊരു ദിവസം രാവിലെ ഒരു 5 മണി കഴിഞ്ഞപ്പോ ഞാൻ പ്രാർത്ഥിച്ചേച്ച് ഞാൻ കിടന്നു, വെറുതെ ഉറക്കം വന്നില്ല. അപ്പൊ കിടക്കുമ്പോ നിന്നോട് ഇങ്ങനെ പറയുക, യഹോവയായി ഞാൻ നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് ഒരു വചനം ഞാൻ എന്റെ ചെവിയിൽ കേൾക്കുക. ഞാൻ കുറെ നേരം റാമിയും പറഞ്ഞ ആ വചനം തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കുറെ പ്രാവശ്യം. ആമേൻ. തീർച്ചയായിട്ടും ദൈവം നമ്മളോട് ഇടപെടുന്നതാണ്. ആ വചനം വീണ്ടും വീണ്ടും അപ്പം പറയണം. ആ വചനത്തിലൂടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. ആ വചനം എപ്പോഴും ഒരു താക്കോലാണ്, അത് കീ പോലെ തുറക്കാൻ വേണ്ടിയാണ് നമ്മുടെ ബ്ലെസ്സിങ്ങുകൾ. അതിലൂടെ മാത്രമേ നമുക്ക് ബ്ലെസ്സിങ്ങുകളെ തുറക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ സിസ്റ്ററെ. അങ്ങനെ വരുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക ആ വചനം തന്നെയും പിന്നെയും അതിൻ്റെ അനുഗ്രഹത്തെ ഞാൻ സ്വീകരിക്കുമെന്ന് പറയണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു എന്റെ പേര് സ്മിത എന്നാണ്. എന്റെ പേര് സ്മിത എന്നാണ്. അപ്പോഴ് ഇന്ന് രാവിലെ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് ഞാൻ മൊബൈലിന് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് എഴുന്നേക്കാനായിട്ട്, പ്രാർത്ഥിക്കാനായിട്ട്, എഴുന്നേക്കാനായിട്ട്. പക്ഷെ അലാറം അടിച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും കിടന്നുറങ്ങിയപ്പം പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങ് ഞെട്ടി ഉണർന്ന്, അതായത് 3:10 കാണും. അപ്പൊ ഞാൻ ബെഡ്റൂമിൽ നിന്ന് ഹാളിലോട്ട് വന്നപ്പം ഞാൻ ലൈറ്റ് ഇട്ടില്ല. ബെഡ്റൂമിന്റെ ലൈറ്റ് ഇട്ടിട്ട് ഞാൻ നോക്കിയപ്പം ഈ കിച്ചണിൽ നിന്ന് നമ്മുടെ ഹാളിലോട്ട് വരുന്നിടത്ത് എന്തോ ഒന്ന് കിടക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ അതെന്താ, അതപ്പോഴേ ഞാൻ നോക്കിയപ്പോ അതങ്ങ് ബാക്കിലോട്ട് പോകുന്നു. പെട്ടെന്ന് ഞാൻ ലൈറ്റോട്ട് നോക്കിയപ്പം ഒരു ശംഖുവരെ ഒരു പാമ്പായിരുന്നു. സത്യം പറഞ്ഞ് ഞാൻ പേടിച്ചു. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പെട്ടെന്ന് എഴുന്നേക്കാൻ പറഞ്ഞ് അബ്ബയെ ഓടി വന്ന് എഴുന്നേറ്റ്. പക്ഷെ അതിനെ കണ്ടിട്ടങ്ങ് മേലിൽ ഒരുക്കുക, അത് കിച്ചണിൽ കിടന്നങ്ങ് വളഞ്ഞ് പുളഞ്ഞ്. അങ്ങനെ അദ്ദേഹം ഓടി വന്നൊരു കമ്പെടുത്ത് അടിച്ചു കൊന്ന് അതിനെ കൊണ്ടുവന്ന് കുഴിച്ചിടാൻ ഇടയായി. പക്ഷെ അതിനെ കണ്ടില്ലായിരുന്നെങ്കിൽ, അന്നേരം ഞാൻ എഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ ഇത് എവിടെങ്കിലും ഇരിക്കാനോ അതിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിടാനേ വന്നേനെ. പക്ഷെ എന്റെ കർത്താവിന്റെ കൃപയാൽ ഒന്ന് എന്നെ ഞെട്ടി ഉണർന്ന് എന്റെ ദൈവമാണ് എന്നെ വിളിച്ചുണർത്തിയത്. അതിൽ നിന്ന് എന്റെ കർത്താവിനെ എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തി. എല്ലാ മഹത്വം എന്റെ യേശുവിന്റെ. തീർച്ചയായിട്ടും എന്ന് പ്രേസിസ്റ്റ് പറഞ്ഞ വലിയൊരു കാര്യം. ഇന്ന് മരണവീടാകേണ്ട സ്ഥാനത്താണ്. ആ പാമ്പ് കടിച്ചിരുന്നുവെങ്കിൽ ഇന്ന് സാക്ഷ്യം പറയാൻ ആളുണ്ടാകത്തില്ല. ആ കുടുംബം ദുഃഖത്തിന്റെ ഭവനമായേനെ. പക്ഷെ കർത്താവ് ഇന്നത് കാണിച്ചു കൊടുത്തു, ഇന്ന് സാക്ഷ്യം പറഞ്ഞു. അത് വലിയ കാര്യമാണ്. ബൈബിൾ പറഞ്ഞ പോലെ ഞാൻ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന വചനത്തിന്റെ നിവൃത്തിയാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് സൂക്ഷിച്ചതിന് നന്ദി. ആമേൻ. ഹലോ, ഞാൻ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നത് കുഞ്ഞിന്റെ. പറഞ്ഞു സിസ്റ്ററെ. പറഞ്ഞു എല്ലാവരും ഒരു മിനിറ്റ്. പറഞ്ഞു കോമൺ സിസ്റ്റർ ആണ് പറയേണ്ടത്. ആ പറഞ്ഞു ഒരു മിനിറ്റ്. നിങ്ങൾ പറഞ്ഞു സിസ്റ്റർ സുമ പറയണമെന്നുണ്ടെങ്കിൽ സിസ്റ്റർ സുമ പറഞ്ഞോളൂ. കോമളം പറയട്ടെ? പറഞ്ഞോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നത് കുഞ്ഞിന്റെ പാസ്പോർട്ട് വിസ പുതുക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ നിന്ന് ഒരു കടലാസ് കിട്ടണം എന്ന് പറഞ്ഞിരുന്നു. ബ്രദർ മുമ്പേ പറഞ്ഞ കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായ ഒരു കടലാസ് ഈ മാസം കിട്ടുമെന്ന് പറഞ്ഞു. ഞാനത് ഏറ്റെടുക്കുന്നു ബ്രദർ, എന്റെ കുഞ്ഞു യേശുവിന്. തീർച്ചയായും ഏറ്റെടുത്തോ. കർത്താവ് അത് ചെയ്തു കഴിഞ്ഞു കേട്ടോ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ബ്രദർ. ആമേൻ. പ്രൈസ് ലോർഡ് ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. ഹലോ, ശ്രീരാജ് എന്നൊരു പേര് പറഞ്ഞില്ലേ, അത് എന്റെ അമ്മയുടെ അച്ഛന്റെ പെങ്ങളുടെ മോനാണ്. അവന്റെ ഫാമിലിയിൽ ഭയങ്കര പ്രശ്നം നടക്കാണ്. കഴിഞ്ഞ ആഴ്ച വിളിച്ച് എന്നോട് കുറെ സങ്കടമൊക്കെ പറഞ്ഞു. ഞാൻ അവന് മോനെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പക്ഷെ അവര് വിശ്വാസത്തിലല്ല. ഫാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഞാൻ അവനോട് പറയാം, ഇത് കേൾപ്പിക്കാം. തീർച്ചയായും ദൈവം എന്നോട് ആ പേര് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീരാജിന്റെ കാര്യം? ഇല്ല. അപ്പൊ ധൈര്യമായിട്ട് പറഞ്ഞോണം. ഈ വീഡിയോ അവൻ അയച്ചു കൊടുത്തോണം ആ മകന്. അത് കേൾക്കുക, നമ്മുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ പറയുക, ഞാനൊരു പ്രാർത്ഥനയെ പങ്കുചേരുന്നുണ്ട്, അവിടുത്തെ ബ്രദർ ഇങ്ങനെ പറഞ്ഞതാണ്,
അത് ഒന്ന് കേൾക്കുക എന്ന് മാത്രം പറയുക. അവർ കേൾക്കും. കാര്യം നമ്മളിത് ദൈവം വെളിപ്പെടുത്തിയതായതുകൊണ്ട് അവർക്ക് തിരസ്കരിക്കാൻ കഴിയത്തില്ല. ധൈര്യത്തോടെ ശ്രീരാജിനോട് പറയണം, കർത്താവ് നിന്നെ തൊടുവെന്ന് പറയണം. അപ്പം ദൈവം വെളിപ്പെടുത്തിയോണ്ട് അവർക്ക് ഒരിക്കലും റിജക്റ്റ് ചെയ്യത്തില്ല കേട്ടോ. അതിൽ ഞങ്ങൾക്ക് ഗ്യാരണ്ടിയാണ്. ധൈര്യത്തോടെ സംസാരിച്ചോ കേട്ടോ. ഒരു മധു എന്ന് പറഞ്ഞില്ലേ ബ്രദർ, അത് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ? എൻ്റെ ഇവിടെ ഒരു ടീച്ചർ പറഞ്ഞ സ്കൂളിലാണ് വർക്ക് ചെയ്യണേ. അവിടുത്തെ സ്റ്റാഫാണ് മധു. അവൾക്കൊരു അനിയത്തി കുട്ടിയുണ്ട്, ഗായത്രി. ഞാൻ നോർത്തിലാണ് വർക്ക് ചെയ്യണത്. മധു എന്നൊരു പേരാണ് എനിക്ക് വെളി. ആ, ഇവിടെ നോർത്തിൽ പെൺകുട്ടികൾക്കാണല്ലോ മധു എന്ന് പേരുണ്ടാവും. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു പേരാണ് വെളിപ്പെട്ടാലും മധുവായിട്ട് ബന്ധപ്പെട്ട് ഗായത്രി അതാ കുട്ടി അനിയത്തിയാണ്. മധുവിന്റെ മകൾ ഗായത്രി എന്നാണ് പറഞ്ഞത്. ആണോ? ആ, അപ്പൊ അങ്ങനെയല്ല. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഗോഡ് ബ്ലെസ് യു. ബ്രദറെ പ്രൈസ് ദി ലോർഡ്. ഷിജു ആണ്. പറഞ്ഞോ. കേസിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് എന്റെ തെറ്റാണോ? എനിക്കറിയില്ല. ഏറ്റെടുത്ത ബ്രദറെ ആരാന്ന് വെച്ചാൽ ഏറ്റെടുത്തു. കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് ആരുടെയും പേരുകൾ വെളിപ്പെട്ടിട്ടില്ല. ആ കോടതിയുമായിട്ട് ഈ മാസവുമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെയാണോ അത് ഏറ്റെടുത്തോ. ഈ മാസം ഓഗസ്റ്റ് മാസവുമായിട്ട് ബന്ധപ്പെട്ട് റിസീവ് ചെയ്തോണം. അത് വലിയ മിറക്കിൾസിലായിട്ട് കർത്താവ് ചെയ്യും. അതിശയിക്കുന്ന രീതിയിൽ ദൈവം തമ്പുരാൻ അത് അത്ഭുതമാക്കാൻ വേണ്ടി പോകട്ടോ. ആമേൻ. പറഞ്ഞോ. ഇപ്പൊ കേസിന്റെ കാര്യത്തിന്റെ നാളെ റിക്കവറി വന്ന് നിൽക്കുന്ന നാളെയോ? അല്ല, അങ്ങനെ വന്നിട്ട് കഴിഞ്ഞ കൊല്ലം വന്നതാ. അത്ഭുതമോ സിസ്റ്ററെ? ഈ മാസം അങ്ങനെ തന്നെ ആ ആലോചന അങ്ങ് ഏറ്റെടുത്തു. ആ ഒരു ദൂത് ഏറ്റെടുത്തുകൊണ്ട് പറയണം, ഈ മാസം ഞാൻ അത്ഭുതത്തിന്റെ കോടതിയുമായി ബന്ധപ്പെട്ട് എൻ്റെ അത്ഭുതത്തിന്റെ മാസമാണ്. ആമേൻ പറഞ്ഞ് ഞാനത് ഏറ്റെടുക്കുന്നു പറഞ്ഞാൽ മതി കേട്ടോ സിസ്റ്ററെ. കർത്താവ് അത് സീൽ ചെയ്ത് തരും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഹലോ പറഞ്ഞോ. ഹലോ പറഞ്ഞു. ബ്രദറെ, ഞാൻ ഞങ്ങളുടെ ഒരു ഭൂമിയുടെ അറ്റാച്ച് ചെയ്തിട്ടിരിക്കുന്ന കാര്യം നേരത്തെ ബ്രദറിനോട് പറഞ്ഞാണ്. അന്ന് ബ്രദർ പറഞ്ഞായിരുന്നു ദൈവം അത് അനുകൂലമാക്കി തീർത്തു തരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴേ ഞങ്ങൾക്കും അങ്ങനെ കേസിന്റെ ഒരു കാര്യമുണ്ട്. അതിപ്പം ദേശം മരിച്ച ഡെത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം കോടതിയില്ലേ. അപ്പൊ ഇനി എന്നാ കേസിന്റെ അതെന്ന് അറിയത്തില്ല. ഞാനും അത് ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾക്ക് അനുകൂലമാണെന്നുള്ളത് ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അത് ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ കേട്ടോ. എന്നിട്ട് ഈ മാസം അത് പ്രഖ്യാപിച്ചോണം. ഈ മാസം എൻ്റെ ജീവിതത്തിൽ ആ വിഷയമായി കോടതിയുമായി ബന്ധപ്പെട്ട ആ അത്ഭുതത്തിന്റെ മാസമാണ്. ആമേൻ പറഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഹലോ ബ്രദറെ, പറഞ്ഞോ. ഞാൻ ആലുവന്നാണ്. ഇപ്പോൾ ഒരു 10-15 ദിവസമായുള്ളൂ ഇതിനകത്ത് കയറി തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഈ ആധാരം വെച്ചിട്ട് ഒരു പാർട്ടിക്ക് ഇത്തിരി പൈസ എടുത്ത് കൊടുത്തായിരുന്നു. അപ്പം അത് അവര് അടയ്ക്കാതെ അടച്ച് തീർത്തോളാന്ന് പറഞ്ഞെങ്കിലും പെട്ടെന്ന് അവന് കുറച്ച് ദിവസത്തേക്ക് അവരെ കാണാണ്ടായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി, ഒരു വിവരവും ഇല്ലാതെയായിപ്പോയി. അപ്പോൾ അവനെങ്ങാണ്ട് ഒരു സ്വർണം അവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു. അത് കൊടുത്തു വിട്ട ആൾ അതും കൊണ്ട് മുങ്ങി. അപ്പൊ അങ്ങനെ വന്ന് അവൻ ടെൻഷനിലായിരുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു ഏഴാം ദിനം തന്നെ എന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഈ പുള്ളിക്കാരന്റെ എന്തോ കേസിൽ പിടിച്ചിട്ട് പോലീസിലായിരുന്നു, കുവൈറ്റിലാണ്. അപ്പോ ഈ 7-ാം ദിനം 3 മണി പറഞ്ഞു. 7-ാം ദിനം 3 മണി ഇന്നലെ ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ വലിച്ചുകൊണ്ട് ഞാൻ കിടക്കായിരുന്നു. ഒരു 3:30 ആയപ്പോ ചാടി എന്നിട്ട് നോക്കിയപ്പോ ഒരു മെസ്സേജും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഇല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ഇല്ലാത്തതിനോട് പോലെ ഉളവാക്കുന്നവനും എൻ്റെ കർത്താവ് എൻ്റെ മേൽ പ്രവർത്തിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടന്നതിനിപ്പോ ഒരു 4 മണിയായപ്പോ ഞാൻ നോക്കിയപ്പോ വാട്സപ്പിൽ ഡബിൾ ടിക്ക് വീണേക്കണം. അപ്പോൾ ആള് നിലവിൽ വന്നു. അപ്പൊ തന്നെ എനിക്കൊരു കോള് വന്നു, ഇങ്ങനെ ഒരു കേസിൽ ഞാൻ പെട്ടെന്ന് ഇത് പിടിച്ചു എന്നെ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കുഴപ്പമില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞ്. അപ്പോൾ അത് എത്രയും വേഗം ഞാൻ അത് അടയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്തോളാം എന്ന് എന്നോട് പറയേണ്ടായി. ഏറ്റവും വലിയൊരു അനുഗ്രഹം. ഞാൻ ഒത്തിരിയും വേദനിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആധാരത്തിന്റെ ഇതിൽ ഇരിക്കണായിരുന്നു. ഇപ്പൊ ചേട്ടനാണെങ്കിലും ഭയങ്കര ജോലിയില്ലാതെ ഭയങ്കര വിഷമത്തിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം വന്നത്. അത് ദൈവത്തിന്റെ വലിയൊരു പ്രവർത്തനമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ശരിക്കും ആ വചനങ്ങളെ പറയുമ്പോൾ ഇപ്പോൾ ശരിക്കും എനിക്ക് ഉറങ്ങാനും കഴിയേണ്ട ഒത്തിരിയും വ്യത്യാസങ്ങൾ ജീവിതത്തിൽ കാണപ്പെടുന്നുണ്ട് ബ്രദറെ. ഒത്തിരി താങ്ക്സ്. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞ പോലെ ആ കേസ് ചിലപ്പം
അയാൾ നിരപരാധി ആണെങ്കിൽ നമുക്കറിയാം ലോകത്തിൽ പല കേസുകളും കുരുങ്ങിപ്പോകാറുണ്ട്. പക്ഷേ ആ കുരുക്കിൽ അദ്ദേഹം പെട്ടിരുന്നെങ്കിൽ ഇവർ പറഞ്ഞതുപോലെ ആധാരം തിരിച്ചെടുക്കാനൊന്നും പറ്റാതെ വന്നേനെ. പക്ഷെ ദൈവം അവിടെ അവരുടെ പ്രാർത്ഥനയ്ക്ക് തുടനിന്നു ആ മകനെ വിടുവിക്കുവാനും അയാളെ തിരിച്ചെടുക്കുവാനുമുള്ള വാക്ക് കൊടുക്കുവാൻ ഇടയത്തോട് വേഗത്തിൽ അത് നിവൃത്തിയാകട്ടെ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നു. ആധാരം ലഭിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ബ്രദറെ, ഞാൻ 2 മാസമായി പ്രേയറിന് കയറാൻ തുടങ്ങിയിട്ട് എനിക്ക് യൂട്യൂബിൽ ഞാൻ പ്രേയറൊക്കെ വെച്ച് കേൾക്കാറുണ്ട്. അപ്പൊ എനിക്ക് അതിൽ നിന്നാണ് ഇങ്ങനെ അവിചാരിതമായിട്ട് ഈ പ്രേയർ എനിക്ക് കയറി വന്ന് ഞാൻ കാണാൻ തുടങ്ങിയത്. എന്നിട്ട് ഞാൻ ലിങ്ക് ചോദിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഈ പ്രേയറിൽ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചാണെങ്കിലും എനിക്ക് പള്ളിയിൽ പോകുന്നുണ്ടെങ്കിലും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ എപ്പോഴും വചനം പറഞ്ഞ് നടക്കുന്ന വഴിയിലും വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ എപ്പോഴും വചനം പറഞ്ഞ് പോകാനുള്ള ഒരു കൃപ എനിക്ക് കിട്ടി. പിന്നെ ഒത്തിരി 10-40 ലക്ഷത്തിലേറെ കടം ഇപ്പോഴും നിലവിലുണ്ട്. 2 കോടിയിലേറെ നഷ്ടം വന്നിട്ടുണ്ട്. അങ്ങനെ പൊക്കോണ്ടിരിക്കുക. എനിക്ക് 3 കുട്ടികളാണ്. രണ്ടാമത്തെ മകള് ജോർജിയയിൽ MBBS പഠിക്കുകയാണ്. അപ്പം വീട് ലോൺ വെച്ചിട്ടാണ് അവളെ വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ 3-ാം വർഷമാണ്. അപ്പോൾ അവളെ ഇപ്പൊ വെക്കേഷന് കൊണ്ടുവരണമെങ്കിൽ 1.5 ലക്ഷം രൂപ ചെലവുണ്ട്. അപ്പോൾ പപ്പ പറഞ്ഞു, മോളിപ്പോ ഇപ്രാവശ്യം വരണ്ട, അവിടെ തന്നെ നിന്നാ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവളെ എല്ലാ കുട്ടികളും നാട്ടിൽ പോയപ്പോഴും അവളിങ്ങനെ വിഷമിച്ച് നിൽക്കുക. ജൂലൈ ലാസ്റ്റ് വന്നിട്ട് എക്സാം കഴിഞ്ഞു, അവളിങ്ങനെ തന്നെ അവിടെ നിൽക്കുന്നു. അപ്പോൾ അന്നേരമായപ്പോൾ എനിക്കും നല്ല വിഷമമായി. ഞാനിങ്ങനെ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും കർത്താവായ യേശുക്രിസ്തു വഴി എൻ്റെ പ്രിൻസിയെ നാട്ടിൽ കൊണ്ടുവരാനുള്ള മാർഗങ്ങളെ തുറന്നു തരും എന്ന് പറഞ്ഞ് എപ്പോഴും അത് പ്രാർത്ഥിച്ചുകൊണ്ട് 3 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ എടുത്തു. ആ ആഴ്ച തന്നെ ഞായറാഴ്ച ഞാൻ പ്രതീക്ഷിക്കാതെ രാവിലെ അവൾ 7 മണിയായപ്പോൾ എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. ഞങ്ങൾ ആരും പൈസ കൊടുത്തില്ല. പക്ഷെ അവൾക്ക് നാട്ടിൽ വരണമെന്നുള്ളതുകൊണ്ട് അവൾ റെന്റ് കൊടുക്കാനുള്ള പൈസ എടുത്ത് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. നേരത്തെ ബുക്ക് ചെയ്തെങ്കിൽ 31,000 രൂപ, 25-30 രൂപ ആകത്തുള്ളൂ. പക്ഷെ ആ ലാസ്റ്റ് എക്സാം കഴിഞ്ഞ ടൈം ആയപ്പോഴേക്കും 50-60 രൂപയ്ക്ക് മേളിൽ ടിക്കറ്റ് ആയി. പക്ഷെ അവള് നേരത്തെ ഒരാഴ്ച മുന്നേ തന്നെ അവളെങ്ങനെയോ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങളോട് ആരോടും പറയാതെ അവൾ എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെ എനിക്ക് ദൈവത്തെ എത്രത്തോളം മഹത്വപ്പെടുത്തണമെന്നറിയില്ല. ഞാൻ ഈ 3 ദിവസം അവൾക്ക് വേണ്ടി ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഇവിടെ കൊണ്ടുവരാനുള്ള മാർഗങ്ങളെ കാണിച്ചു തരും എന്ന് പറഞ്ഞു. അപ്പൊ ദൈവത്തിന് ഒത്തിരി മഹത്വം. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള കൃപ തന്നതിന് ദൈവത്തിന് ബ്രദറിന് നന്ദി. ആമേൻ. തീർച്ചയായിട്ടും പ്രൈസ് പറഞ്ഞു. വലിയ കാര്യം. വളരെ ദുഃഖത്തിരിക്കുന്ന ഭവനമായിരുന്നു. മോളോട് വരണ്ടെന്ന് പോലും പറഞ്ഞതാണ്. പക്ഷെ കർത്താവ്, ഞാൻ പറഞ്ഞില്ല, നമ്മൾ അറിയാത്ത ചില വഴികളെ തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കൊണ്ടുവരിക മാത്രമല്ല, അത് നിമിത്തം എന്തൊക്കെ ഉണ്ടായാലും അത് മുഴുവൻ നമുക്ക് വേണ്ടി സെറ്റിൽ ചെയ്ത് തരുന്ന ദൈവമുണ്ട് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ബന്ധം കർത്താവുമായിട്ടാണ്. ദൈവം ചെയ്ത് തരുന്ന ദൈവമാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ബലം പ്രാപിക്കണം. എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഉറപ്പ് വർദ്ധിക്കട്ടെ. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തില്ല, പിന്നെ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് നമ്മൾ പറയണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്ററെ. സുമ എന്ന് പറഞ്ഞല്ലോ ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഒരു പ്രയർ റിക്വസ്റ്റ്. ഞാൻ അതിൽ കേറിയിട്ട് 3 ആഴ്ചയായി. കേറിയത് 2ാമത്തെ ദിവസം ഒരു അടയാളം പറഞ്ഞായിരുന്നു. ഇങ്ങനെ ഒരു സൈക്കിൾ ഉണ്ട് വീട്ടിൽ എന്നുള്ള ഒരു അടയാളം ഞാൻ ബ്രദറിന് മെസ്സേജ് ഇട്ടായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞപ്പോ ഒരു പ്രയർ റിക്വസ്റ്റ്. ഹസ്ബൻഡിന് ജോലിയില്ല ബ്രദറെ. ജോലിക്ക് വേണ്ടി 3 മാസമായി. ജോലിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. കർത്താവ്, ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന നന്മ തുറന്നതിന് നന്ദി. ജോലി ലഭിച്ചതിന് നന്ദി. പ്രതിസന്ധി മാറിപ്പോട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യത്തിനായിട്ടുണ്ടോ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഹലോ, പറഞ്ഞു സിസ്റ്ററെ. പറഞ്ഞു സിസ്റ്ററെ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. ബ്രദറെ, ഇന്നലത്തെ മ്യൂട്ട് ചെയ്യൂ സിസ്റ്റർ. ഓഡിയോ മ്യൂട്ട് ചെയ്യണേ. പറഞ്ഞു. ഹലോ. ഞാൻ ഇന്നലത്തെ മീറ്റിങ്ങിനകത്ത് ഞാൻ കയറിയില്ലായിരുന്നു. ഇന്ന് ഞാൻ അത് കേട്ടപ്പോ ഞാൻ അതിനെ കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ഏറ്റെടുത്തു. പക്ഷെ ലാസ്റ്റ് ആയപ്പോ അത് വേറൊരാൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഋഷി എന്ന പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഋഷി എന്ന മകനെ ദൈവം തൊടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ മോന്റെ പേര് ഋഷി എന്നാ.
ഏറ്റെടുത്തോ അപ്പോ സിസ്റ്ററെ കർത്താവിന്റെ ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. കാരണം ഞാനൊരു അവന്റെ കാര്യത്തിൽ ഒരു നല്ലൊരു വിഷമത്തിൽ ഇരിക്കുക. പക്ഷെ അത് എനിക്കത് കേട്ടപ്പോ തന്നെ, കാരണം ഞാൻ ഇന്നലെയും കൂടെ ഉച്ചയ്ക്ക് അവനെ മടിയിലിരുത്തി ഞാൻ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഞാൻ ഫാസ്റ്റിംഗ് എടുത്തു ഇന്നലെയും ഇന്നും. അപ്പൊ എനിക്ക് എന്തോ അതൊരു പോസിറ്റീവ് ആയിട്ടാണ് ഇന്നലെ അത് കേൾക്കുകയും കൂടി ചെയ്തപ്പോ എനിക്ക് ശരിക്കും ഞങ്ങളെ തൊട്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. തീർച്ചയായിട്ടും സിസ്റ്ററെ കർത്താവ് അത് തൊട്ട് കഴിഞ്ഞു. അതിന്റെ റിസൾട്ടുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. കർത്താവ് നമുക്ക് വേണ്ടി ബൈബിൾ പറഞ്ഞ പോലെ ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, ദൈവത്തിൻ്റെ നാമം മഹത്വം എന്ന് പറഞ്ഞ പോലെ തന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കണം. ശക്തനായ ദൈവം എനിക്ക് വലിയ കാര്യം ചെയ്തിരിക്കുന്നു തന്നെ കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ലൂക്കോസ്ലിക്കാരുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ വാക്യമാണ് കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ പറഞ്ഞോ പറഞ്ഞോ. ബ്രദർ, പിന്നെ ഒരിക്കൽ 5-6 ദിവസത്തേക്ക് മുമ്പേ പിന്നെ മഹിമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടിയെ പറഞ്ഞല്ലോ. അത് എന്റെ മകളുടെ പേര് മവിഷ്ണ എന്നാണ്. പിന്നെ അത് ദൈവം തൊടുന്നു എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് ഭാഗം കഴിഞ്ഞിട്ട് പറഞ്ഞായിരുന്നു എസ് ഉണ്ട് 2 പെൺമക്കളെ ദൈവം ഇടപെടുന്നു. അത് അവർ 2 പേരിൽ എസ് ഉണ്ടെന്ന് പറഞ്ഞ്. അത് എന്റെ മകളുടെ മൂത്ത മകളുടെ പേര് മവിഷ്ണ, ഇളയ മകളുടെ പേര് വൈഷ്ണവി എന്നാണ്. അപ്പൊ ഞാൻ അത് ഏറ്റെടുത്തായിരുന്നു. അത് എന്റെ മകൾക്കുള്ളതാണ് എന്ന് ഞാൻ ഏറ്റെടുത്തായിരുന്നു. അത് മഹിമ എന്ന് പറഞ്ഞ് വേറെ ആരും പറയുകയും ചെയ്തില്ല, അതില് സാക്ഷ്യം പറഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ മകള് ഇപ്പൊ ഇവിടെ MBBS സെക്കൻഡ് ഇയറിന് നാട്ടില് ലീവിന് വന്നിരിക്കുന്നത്. അവള് പഠിക്കുന്നത് ജോർജിയൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലാണ്. ഇപ്പൊ നാട്ടില് 2 മാസം ലീവിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ മെഡിക്കൽ കോളേജില് കാരക്കോണം മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പ്രാക്ടീസിന് വേണ്ടി കയറാൻ അവിടെ പോയപ്പോ അവര് നമുക്ക് അവരുടെ ബ്രാഞ്ച് ഹോസ്പിറ്റൽ കഴക്കൂട്ടത്തേക്ക് ഇത് തന്നു, അവിടെ അഡ്മിഷൻ തന്ന. അപ്പൊ അങ്ങനെ ഇപ്പൊ മകള് 2 മാസം ഇപ്പൊ വന്ന അത് തൊട്ട് ഇപ്പൊ അവിടെ കയറി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഞാൻ ഇവിടെ കാരക്കോണത്ത് പോയപ്പോഴത്തേക്ക് അവിടുത്തെ പ്രിൻസിപ്പളെ കണ്ട്. അപ്പൊ അവര് ഡയറക്ടറെ കാണണോ, അടുത്ത ദിവസം വന്ന് ഡയറക്ടറെ അതിന്റെ ഡോക്യുമെന്റ് എല്ലാം കൊണ്ടുവന്ന് കാണണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഞാനും മകളും മാത്രമേ ഉള്ളായിരുന്നു. പോയപ്പോഴത്തേക്ക് ആ ഡയറക്ടർ നമ്മുടെ അടുത്ത് ചോദിച്ചു, നിങ്ങളാണോ ഇന്നലെ വിളിച്ചിരുന്നേന്ന് ചോദിച്ചു. വിളിച്ചു പറഞ്ഞേന്ന് വെച്ച്. ഇല്ല എന്ന് പറഞ്ഞു. ഇവിടെ പിന്നെ വിളിച്ചു പറഞ്ഞാല്, അപ്പൊ ഞാൻ പറഞ്ഞു അത് വേറെ ആളാണ്, നമ്മൾ വിളിച്ചില്ല, വേറെ ആളാണ്. പക്ഷെ എന്റെ യേശുപ്പനാ വിളിച്ചത്, വേറെ ആരും അല്ല. അവിടെ വേറെ ആരും നമ്മൾ വിളിക്കാനോ ഒന്നും ആരെ ഏർപ്പെടുത്തിയില്ല. നമ്മൾ പ്രാർത്ഥനയോടെയാണ് പോയപ്പോഴെല്ലാം എല്ലാ പ്രിൻസിപ്പളും നല്ല രീതിയിലാണ് നമ്മളെ അടുത്ത് അവര് സംസാരിക്കുകയെല്ലാം ചെയ്തത്. പിന്നെ എന്റെ ഡയറക്ടറും അങ്ങനെ. ഡയറക്ടർ പറഞ്ഞു നിങ്ങളാണോ വിളിച്ചിരുന്നേ ഇന്നലെ എന്ന് വെച്ചാൽ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിശ്വസിക്കുകയാണ് ബ്രദർ, എന്റെ യേശുപ്പ ആണ് വിളിച്ച് റെക്കമെൻഡ് ചെയ്തതെന്ന്. തീർച്ചയായിട്ടും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞു. കർത്താവ് നമുക്ക് വേണ്ടി അത് പ്രവർത്തിച്ച നിശ്ചയം പറഞ്ഞ പോലെ തന്നെ ആലോചന ഏറ്റെടുത്ത് അതിന്റെ റിസൾട്ടും കാണാൻ ഇടയാത്തതെന്ന് പറഞ്ഞ പോലെ തന്നെ റെക്കമെൻഡ് ചെയ്ത് ആരാന്ന് പോലും അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവിൻ്റെ കര അവിടെ വെളിപ്പെട്ടു. അവർക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ദൈവം അനുകൂലമായി തന്നെ സാക്ഷ്യമാക്കി മാറ്റി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കൂട്ടായ്മയിലും വചനത്തിലും ബലപ്പെടുക. ഇനിയും തലമുറകളുടെ നന്മകളെ കാണുവാൻ ദൈവം സഹായിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പറഞ്ഞു. എന്തോ പറഞ്ഞു. കേട്ടില്ല സിസ്റ്ററെ? ഓഗസ്റ്റ് മാസം ഒരു കേസ് റിലീസ് ആകുന്നത്, കോടതി കേസ് ഉള്ളത് റിലീസ് ആകുന്നത് പറഞ്ഞില്ലേ? അതെ സിസ്റ്ററെ. ബ്രദറെ, ഞങ്ങളുടെ ഒരു ബിൽഡിങ്ങിൽ ഇതുപോലെ ഒരു കേസ് ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് അപ്പുറത്ത് നമ്മൾ കൺസേൺ കൊടുത്തതാണ്. പക്ഷേ നമ്മൾ ബിൽഡിങ് പണിഞ്ഞപ്പം 3rd ഫ്ലോർ ഒക്കെ പണിഞ്ഞപ്പോഴേക്കും വന്ന് അവർ കേസ് കൊടുത്ത് അങ്ങനെ 3 വർഷമായിട്ട് ആ കേസ് അങ്ങനെ കിടക്കുമായിരുന്നു, ഹൈക്കോടതി കിടക്കുക. പക്ഷെ ഇപ്പൊ ഞങ്ങൾ നാട്ടിൽ വന്നപ്പം അവർ ആൾക്കാരെ ഇങ്ങോട്ട് വിട്ടിട്ട് ആ കേസ് അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുക. പല ആൾക്കാരെ നമ്മൾ നാട്ടിൽ തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് അത് നമ്മളോട് അനുകൂലമായിട്ട് വന്ന് പറഞ്ഞ് ആ പുള്ളി തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ വരികയും ചെയ്തു. അങ്ങനെ അപ്പം
തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ സെപ്റ്റംബർ 1 തിരിച്ചു പോകും. അതിനു മുമ്പ് അത് ക്യാൻസൽ ചെയ്ത് രാജി എഴുതി തരണം എന്ന് പറഞ്ഞ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യായിരുന്നു. ഇന്നും ആൾക്കാർ വന്നു. അപ്പൊ തീർച്ചയായിട്ടും എന്നോടുള്ള ഒരു പ്രോമിസ് ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും അത് ഏറ്റെടുക്കുന്നു. തീർച്ചയായിട്ടും എസ്റ്റർ, കർത്താവ് അത് അത്ഭുതം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റെടുത്തു കേട്ടോ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ബ്രദർ ഒരു വിഷയം കൂടെ പറയാനുണ്ട് ബ്രദർ. ഹലോ ബ്രദർ, ഇന്ന് ഞാനും എന്റെ മോളുമായിട്ട് ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു ഷോപ്പിൽ പോയായിരുന്നേ ബ്രദർ. അപ്പൊ അവിടെ നേരത്തെ വന്ന ഒരു സ്ത്രീയുടെ മാല അവര് കളഞ്ഞുപോയി. അപ്പോൾ അവര് ഇറങ്ങുന്ന സമയത്ത് ഞാനും എന്റെ മോളും ആ ഷോപ്പിലെ ആള് മാത്രമേ ഉള്ളൂ, ഒരു പെൺകുട്ടിയാ. അപ്പൊ അത് ഇവരങ്ങ് പോയിട്ട് ഇവര് വീട്ടിൽ പോയി ഇതിന്റെ ഇടയിൽ വെച്ച് ഒരു ഫ്രൂട്ട്സ് കടയിലൊക്കെ കയറി ഇവരെ വീട്ടിൽ പോയിട്ട് നോക്കുമ്പോ മാല കാണുന്നില്ല. അങ്ങനെ ഇവര് അവിടെ വീട്ടിൽ നിന്നും കൊണ്ട് തന്നെ ഫോൺ വിളിച്ച് ഷോപ്പിൽ വിളിച്ചപ്പോഴത്തേക്ക് പിന്നെ ഇല്ല, നിങ്ങൾ പോയപ്പോ നിങ്ങളെ കഴുത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എടി പിത്തളയാണോ സ്വർണ്ണമാണോ എന്ന് ചോദിക്കുന്നു പറഞ്ഞു. അപ്പൊ സ്വർണ്ണമാണെന്ന് പറഞ്ഞു. അപ്പൊ അയ്യോ, അപ്പൊ നമുക്ക് ഒരു പ്രയാസമായി, നമ്മളും അവിടെ നിൽക്കുന്ന സംഭവമാണ്. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ അവര് അത് പറഞ്ഞ് ഒരു 5 മിനിറ്റ് ആവുന്ന മുമ്പേ അവര് സ്കൂട്ടറിൽ തിരിച്ചു ഇനി വന്ന് അവരെ വീട്ടിൽ നിന്ന് തിരിച്ച് ഈ ഷോപ്പിൽ വന്നു. ഷോപ്പിൽ വന്നിട്ട് അവിടെയൊക്കെ നോക്കി. നമ്മൾ പറഞ്ഞു, നിങ്ങൾ പോയപ്പോ ഇറങ്ങിയപ്പോഴത്തേക്ക് ഉണ്ടായിരുന്നു സംഭവം, മാല ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അവരെ ഹസ്ബൻഡ് പറഞ്ഞ്, അല്ല ഇവിടെ ഇവിടെ തന്നെ വീണു, ഇവിടെ തന്നെ കാണും എന്നിങ്ങനെ അങ്ങനെ ഒരു അയഞ്ഞ മട്ടിൽ ഇങ്ങനെ സംസാരിച്ച്. അപ്പൊ നമുക്കൊക്കെ അതങ്ങ് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പ ഇത് നമ്മളെയും ബാധിക്കുന്ന കാര്യമാണ്, ഇത് നമ്മളും ഇവിടെ നിൽക്കുന്ന സമയമാണ്. അപ്പൊ അവരുടെ മാല അവർക്ക് തിരിച്ചു കിട്ടണം. അപ്പൊ ഞങ്ങളെ ലജ്ജിക്കാൻ അനുവദിക്കരുത്. അപ്പൊ ഈ ഷോപ്പില് ഒരു പാവപ്പെട്ട ഒരു കുട്ടിയായിട്ടിരിക്കണം, ഈ ഷോപ്പില് അവർക്ക് ഇതൊരു ദോഷമായിട്ട് മാറരുത്. അപ്പൊ ഈ മാല ഉടനെ കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ വരുന്നതിന് മുമ്പേ ആ ഷോപ്പിലെ കുട്ടി വിളിച്ചു പറഞ്ഞ്, ചേച്ചി ഇതുപോലെ അവരുടെ മാല അവരുടെ വീട്ടിൽ തന്നെ കിടന്നു എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ്. അങ്ങനെ ദൈവം ഒരു ഭയങ്കര നമുക്ക് മനസ്സിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. നമ്മൾ ആ വിഷയത്തിൽ അവിടെ ഇരിക്കുമ്പോ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചപ്പോഴത്തേക്ക് തിരിച്ചു കിട്ടിയെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. യേശുവിന് കോടാനുകൂടി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം സ്വർഗത്തിലെ പിതാവായ ദൈവത്തിന് ആമേൻ. സ്തോത്രം. തീർച്ചയായിട്ടും കർത്താവ് അങ്ങനെ പ്രവർത്തിച്ചതിന് നന്ദി, പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തതിന് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇനി അനേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ട്? സാക്ഷ്യമുള്ളവര് പറഞ്ഞു പറയട്ടെ. എന്റെ മകള് ഇങ്ങനെ OIT പരീക്ഷയ്ക്ക് പോവാനായിട്ട് പിറ്റേ ദിവസം കണ്ണില് ഭയങ്കര വെള്ളം വരലും കണ്ണ് തുറക്കാൻ പറ്റാണ്ട് ഭയങ്കര പ്രയാസത്തിലായിരുന്നു. എന്നിട്ട് യേശുവിന്റെ തിരുമുറിവ് അവൾക്ക് സൗഖ്യം വന്നേക്കണം, അവള് OIT പരീക്ഷ എഴുതാൻ പോവാണ് എന്ന് പറഞ്ഞ ആ പരീക്ഷ ഈ കാലത്ത് തന്നെ പോയപ്പോഴേക്കും ആ കണ്ണിലെ ആ വെള്ളം വരലും ആ കണ്ണ് തുറക്കാനും പറ്റി. ആ OIT പരീക്ഷ എഴുതി അത് പാസ്സാവാനും ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. തീർച്ചയായിട്ടും കർത്താവ് ഇതിന്റെ മേൽ അത്ഭുതം ചെയ്തതിന് നന്ദി പറയുന്നു. വലിയ പ്രവൃത്തിയെ കർത്താവ് അയച്ചതിന് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഹലോ ബ്രദറെ, പറഞ്ഞു. എന്റെ മകൾക്ക് ഗ്യാസിന്റെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടറെയൊക്കെ കാണിച്ചിട്ടും ഒട്ടും കുറവുണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ മോക്ക് ഹോസ്റ്റലിൽ പഠിക്കാനായിട്ട് ഹോസ്റ്റലിൽ പോയി. അവിടെ പോയിട്ടും അവിടെ നിന്നിട്ട് എപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ ഭയങ്കര വിഷമത്തിലാണ് ഫോൺ ചെയ്യുന്ന. ഗ്യാസിന്റെ പ്രശ്നം കാരണം എനിക്ക് പിള്ളേരുടെ കൂട്ടുകാരുടെ അങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ പ്രശ്നം പറയുമായിരുന്നു, കരയായിരുന്നു. അപ്പൊ ഞാനും 1-2 ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഞാനും കരഞ്ഞു തന്നെയാണ് പ്രാർത്ഥിച്ചത് ദൈവത്തിനോട്. മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല. അപ്പം യേശുവിന്റെ തിരുമുറിപ്പാടുകളാൽ എൻ്റെ കുഞ്ഞിന് സൗഖ്യം, ആ ഒരു ഗ്യാസിന്റെ പ്രോബ്ലത്തിൽ നിന്ന് പൂർണ്ണ മോചനം ലഭിച്ചിരിക്കുന്നു എന്ന് ഞാൻ 2-3 ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ ഞാനത് ഓർക്കാറില്ല. പിന്നെ അടുത്ത് മോള് ലീവിന് വന്നപ്പോൾ മോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഗ്യാസിന്റെ പ്രശ്നത്തിൽ ഭയങ്കരമായിട്ട് വേദനിച്ചിരുന്നു, പക്ഷെ അത് എങ്ങനെ മാറിയെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എനിക്ക് അതിന്റെ ഒട്ടും അതിന്റെ ഇതില്ല. എനിക്ക് പൂർണ്ണമായിട്ട്
ഞാൻ അതിൽ നിന്ന് ഇതായി എന്ന് സൗഖ്യം ലഭിച്ചിരിക്കുന്നു എന്ന് മോൾ എന്നോട് പറയുന്നുണ്ടായി. ആമേൻ. തീർച്ചയായിട്ടും വലിയ സാക്ഷ്യമാണ് പ്രിയ. മോള് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഭാരപ്പെട്ടു, കരഞ്ഞു. എങ്ങനെ മാറിയെന്നറിയത്തില്ല. ആ സംഭവം പറഞ്ഞാൽ എങ്ങനെ മാറിയെന്നറിയത്തില്ല. പക്ഷേ പ്രിയ സൗരി പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചു, കർത്താവ് സൗഖ്യമാക്കി. ആ ബുദ്ധിമുട്ടിൽ നിന്ന് ദൈവം വിടുവിച്ചിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ. ഹലോ, പറഞ്ഞു സിസ്റ്ററെ. ഹലോ ബ്രദറെ, എൻ്റെ പേര് ലീന പീറ്റർ. ഞാൻ സ്ഥിരമായിട്ട് വീട്ടിൽ കൂടുന്നുണ്ട്. ഞാനും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുമാണ് ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നത്. എൻ്റെ ഭർത്താവ് ഞങ്ങളുടെ കൂട്ടത്തിലില്ല. ഞങ്ങൾ സാമ്പത്തികമായി വളരെയേറെ വിഷമത്തോടെ പ്രയാസത്തോടെ കഴിയുകയാണ് ബ്രദറെ. എൻ്റെ മോന് +2 പാസ്സായി. പക്ഷെ അവന് നഴ്സിങ്ങിന് പോകുന്ന വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ അത് സാധിച്ചില്ല. അവന് ഒരു റേഡിയോളജി എന്ന് പറയുന്ന അത് വിഷയം എടുത്ത് പഠിക്കുവാണ്. അപ്പോഴത്തേക്ക് ഇന്നലെ ഞാൻ പണിക്ക് പോകുന്നൊരു വീട്ടിലെ എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ സഹായിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു, മോനെ നഴ്സിംഗ് പഠിപ്പിക്കാനുള്ള എല്ലാ ചെലവുകളും ഞങ്ങൾ വഹിക്കാമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞിനെ ആ വിദ്യാഭ്യാസം ഏറെ അനുഗ്രഹമാക്കി തീർക്കുവാൻ, കുഞ്ഞിനെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാകുവാൻ ദേവദാസിൻ്റെയും എല്ലാ മക്കളുടെയും പ്രാർത്ഥന അപേക്ഷയായി ചോദിക്കുകയാണ്. ഞാൻ ഇങ്ങനെ വിശ്വാസ വചനങ്ങൾ എപ്പോഴും ഞാൻ പറഞ്ഞു നടക്കുമായിരുന്നു. ഇന്നലെ 3 മണി രാത്രി എഴുന്നേറ്റ് എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ അവിടെ അകത്തിരുന്ന് കയറി ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞിന് നല്ലൊരു ഭാവി ദൈവം തരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. കർത്താവ് അതിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഇന്ന് നല്ലൊരു സന്തോഷ വാർത്ത കേൾക്കാൻ ദൈവം സഹായിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിന് വളരെ അനുഗ്രഹമായി തീരുവാൻ ദാസിൻ്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ്, എൻ്റെ കുടുംബത്തിന് വലിയ അനുഗ്രഹമാണ്. തുടർന്നുള്ള ജീവിതത്തിൽ കുഞ്ഞുങ്ങളുടെ ഭാവിയിലും എല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകുവാൻ ദാസിൻ്റെയും എല്ലാ മക്കളുടെയും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു. താങ്ക് യു ബ്രദറെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ചെയ്ത അത്ഭുതത്തിന് നന്ദി. ദൈവം തുറന്ന വാതിലിന് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. സമാധാനത്തോടെ ഇരിക്കുക കേട്ടോ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? ഹലോ ബ്രദർ. പറഞ്ഞു. നമ്മുടെ മോന് കൊച്ചിയില് 7-ാം തീയതിക്ക് ജോയിന്റ് ചെയ്യാൻ പോയി. അന്നത്തെ ദിവസം ജോയിന്റ് ചെയ്ത് കഴിഞ്ഞ ജോലിയുടെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇമാരി ആ ജോയിന്റ് ചെയ്ത് വന്ന് ഇവിടെ വീട് എത്തുമ്പോ 3:45. 8-ാം തീയതി കാലത്താണ് വന്നത്. വന്ന അന്നത്തെ ദിവസം തന്നെ പനി വന്ന് കിടന്ന മോന് ഒരു 8 ദിവസമായി പനി ശരീരത്തിൽ നിന്ന് വിട്ടുപോകാം. വരും മാറും എന്നിട്ട് ഹോസ്പിറ്റലൊക്കെ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അങ്ങനെ ചെയ്തു. പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. നല്ലൊരു മാറ്റം വന്നു. പിന്നെ എന്താണ്, ആ പനി മാറി ക്ഷീണം മാറില്ല. വായകശപ്പും ശരീരം ആകെ അങ്ങനെ ഡള്ളായിപ്പോയി. അത് കഴിഞ്ഞ ശേഷം വൈഫിന് വന്നു, പിന്നെ എനിക്ക് വന്നു. പക്ഷെ അതെല്ലാം ഈ കുടുംബത്തിൽ 7 പേർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന മുഴുവൻ ഞാൻ ചുരുക്കി പറയാ, എന്നെ ദൈവം കിടത്തിയില്ല. ഞാൻ ദൈവത്തിന്റെ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വീട്ടിലത്തെ ജോലി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. 6 ദിവസം ഞാൻ കുളിച്ചിട്ടില്ല. പക്ഷെ വെള്ളം മാത്രം കുടിക്കും, വേറെ ഒന്നുമില്ല, ആഹാരമൊന്നും വേണ്ട. അങ്ങനെയായിരുന്നു. ഇപ്പൊ മോന്റെ കുഞ്ഞിന് ഇന്നലെ ഇതുവരെ ആ കുഞ്ഞിന് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു മൂടൗട്ടായിരുന്നു ആ കുഞ്ഞ്. പക്ഷെ വെളിയിൽ വന്നു പനി, ഉള്ളിന്ന് വെളിയിൽ വന്നു. ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പൊ കുട്ടി വിട്ട് പനി വരികയാണ്. കടുത്ത പനി പറഞ്ഞാൽ കടുത്ത പനി. നമ്മളൊന്നും പ്രാർത്ഥിച്ചിട്ടൊന്നും നിൽക്കണേയില്ല, അത്ര പനി. ഈ വിഷയം കുട്ടിക്കൊന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാമാര്, അത്രയും വലിയൊരു അനുഗ്രഹം ഉണ്ടാവും. തീർച്ചയായിട്ടും കർത്താവ് ഞങ്ങളെ കുഞ്ഞിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങ് തൊട്ട് സൗഖ്യമാക്കുന്നതിന് നന്ദി. ഈ രാത്രിയിൽ അവനെ തൊടുന്നതിന് നന്ദി. അത്ഭുത സൗഖ്യത്തിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ബാക്കിയുള്ള സാക്ഷ്യങ്ങൾ തുടർമാനമായിട്ട് നാളെ കേൾക്കാം. സമയം നമുക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്ക് നാളെ കൂട്ടായ്മയിൽ ബലപ്പെടാം. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ഇന്ന് ലൈവിൽ കാണുന്നവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അതിരുകൾ വിസ്താരമാകട്ടെ. രോഗങ്ങൾ സൗഖ്യമായിരിക്കുന്നു. തകർച്ചകൾ മാറിപ്പോയിരിക്കുന്നു. സാമ്പത്തിക ഞെരുക്കങ്ങളുടെ മേൽ വിശാലത ഉണ്ടായിരിക്കുന്നു. സമാധാനം ഉണ്ടായി വന്നിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അവരുടെ അതിരുകളെ കർത്താവ് തൊട്ടതിന് നന്ദി, അത്ഭുതം ചെയ്തതിന് നന്ദി. നമ്മൾ ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാൻ വേണ്ടി പോവാണ്. ഈ സമയം മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട്